ഓഡിയോയും ചാറ്റും നിങ്ങളുടെ എല്ലാം അന്വേഷണം നടക്കുകയല്ലേ സഹോദര. നിങ്ങൾ ആ വോയിസ് എന്നാ പിന്നെ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അല്ല എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അല്ല ഞാനത് പറഞ്ഞല്ലോ. നിങ്ങളിത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളിത് എന്റേതാണെന്ന് പറഞ്ഞ് ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്റെയോട് ചോദിക്കുന്നതിനാ, ഇത് നിങ്ങളുടെയാണോ ചോദിക്കുന്നതിനാ? ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. മാധ്യമങ്ങൾക്ക് മുന്നിൽ നിലപാട് വ്യക്തമെന്ന് പറഞ്ഞ് വായടയ്ക്കുന്ന വി.ഡി. സതീശൻ മുതൽ സസ്പെൻഷൻ മാത്രമെന്ന് കൈ കഴുകാൻ ശ്രമിക്കുന്ന ദീപാദാസ് മുൻഷി വരെ, ഇതാ യുവരാഷ്ട്രീയത്തിലെ തിളക്കമാർന്ന മുഖമായി കോൺഗ്രസ് കൊട്ടിഘോഷിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ് യുവതിയുടെ പരാതിയിൽ മുങ്ങിത്താണിരിക്കുന്നു. ഗർഭധാരണത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളും വാട്സപ്പ് ചാറ്റുകളുമായി അതിജീവിത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പരാതി കൊടുക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോഴും പരസ്പരം പഴിചാരാനാണ് സമയം. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോകുന്നു. പരാതിയുടെ വഴിക്ക് പോകട്ടെ എന്ന് സണ്ണി ജോസഫ്. പാർട്ടി നടപടി സസ്പെൻഷനിൽ ഒതുക്കി MLA സ്ഥാനത്ത് തുടരാൻ പച്ചക്കൊടി കാട്ടുന്ന KPCC. പ്രതിപക്ഷ നേതാവ് വിവാദം CPM കുത്തിപ്പൊക്കിയതാണെന്ന് പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുന്നു. രാഹുൽ രാജിവെക്കുമോ? കോൺഗ്രസ് പുറത്താക്കുമോ? സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം സ്വന്തം MLAയുടെ വിഷയത്തിൽ എന്തിനാണ് പ്രതികരിക്കാൻ മടിച്ച് തലകുനിച്ചു നിൽക്കുന്നത്? ക്രൈംബ്രാഞ്ച് മേധാവി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തുമ്പോൾ, കേസ് വഴിത്തിരിവിലെത്തുമ്പോൾ ചർച്ച ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഇനി എന്തു പറയും കോൺഗ്രസ്? ഇനി പീപ്പിൾ കെയർ എന്ന അവസ്ഥയിലാണ് രാഹുലിനോട് ജനം. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് ഡോക്ടർ A. സമ്പത്ത്, കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ, മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ എന്നിവർ. ശ്രീ N. ശ്രീകുമാർ, ഞാൻ ഈ വിഷയത്തിൽ ചർച്ച സംഘടിപ്പിക്കാൻ ഇരുന്നതല്ല. താങ്കളെ ചർച്ചയ്ക്ക് ക്ഷണിക്കുമ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അബദ്ധ സഞ്ചാരത്തിൽ നിൽക്കുന്ന UDFനെ അന്വേഷിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വൈകുന്നേരമായപ്പോൾ ടൈറ്റിൽ മാറ്റേണ്ട ആവശ്യമൊന്നും വന്നില്ല. അബദ്ധ സഞ്ചാരത്തെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഞാൻ ആ വിഷയത്തിൻ്റെ അകത്തേക്ക് കയറി ഇറങ്ങി താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. താങ്കൾ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് എന്നോട് അറിയിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് പാർട്ടി ഈ ചോദ്യങ്ങളെ നേരിടാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സസ്പെൻഷനിൽ നിൽക്കുന്ന MLA ആണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രചരണ രംഗത്ത് നിൽക്കുന്ന ആളായിരുന്നു. ഇനി കോൺഗ്രസ്സിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒഴിവുകഴിവ് പറഞ്ഞ് തൊടുന്യായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആകുമോ? കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് താങ്കൾ ചിന്തിക്കുമ്പോൾ എന്താണ് ഈ അവസ്ഥ ഇപ്പോൾ കോൺഗ്രസിനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്? എവിടെയാണ്? നോക്കൂ ഡോക്ടർ ലാലെ, ഞാനിന്ന് പല ചാനലുകളും എന്നെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ എനിക്ക് തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് എനിക്കൊരു ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ചർച്ചകളിലൊന്നും ഞാൻ പങ്കെടുക്കാതിരുന്നത് മറ്റ് ചാനലുകളിൽ. നിങ്ങൾ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് അതുതന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ഒരു രാഷ്ട്രീയം എനിക്കറിയാം. നിങ്ങൾ ആ വിഷയമേ ചർച്ചയ്ക്ക് എടുക്കുള്ളൂ. അത് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാറ്റുന്ന പരിപാടിയൊന്നുമില്ലെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. അതിൽ ഞാനെന്തായാലും പറയാൻ പോകുന്ന വിഷയം എന്നോട് നിങ്ങൾ പറഞ്ഞ വിഷയം തന്നെയുള്ളൂ. ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞ വിഷയത്തിൽ തന്നെ ഞാൻ ചർച്ച ചെയ്യുള്ളൂ. ഇപ്പം നിങ്ങൾ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു വൈകുന്നേരം ഉണ്ടായ സംഭവ വികാസം അത് രാഷ്ട്രീയമായി CPMന് ആഹ്ലാദം പകരുന്നതാണെന്ന് അവരുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അത് കോൺഗ്രസിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട് നിർത്തിയ MLAക്കെതിരായി യുവതി ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമെന്ന് വാർത്തകൾ കാണുന്നു. പോലീസിന് പരാതി കൊടുത്താൽ പോലീസ് അന്വേഷിക്കട്ടെ, ക്രൈംബ്രാഞ്ചിന് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ, അതിൽ തീരുമാനം ഉണ്ടാകട്ടെ. അത് ആ വഴിക്ക് തന്നെ ഇന്ന് UDFൻ്റെ കോൺഗ്രസിൻ്റെ ഒക്കെ നേതാക്കൾ പറഞ്ഞ പോലെ അത് പരാതി കൊടുത്ത സ്ഥിതിക്ക് പരാതിയിൽ എന്താണോ നിയമപരമായി ചെയ്യുന്നത് അത് ചെയ്യട്ടെ എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിൽ ഇല്ലാത്ത ഒരാൾ പിന്നെ ആ ആളെ കോൺഗ്രസിൻ്റെ പേരിൽ ന്യായീകരിക്കേണ്ട ബാധ്യതയൊന്നും ആർക്കുമില്ല.
MLA എന്ന നിലയ്ക്ക് അദ്ദേഹം UDFൻ്റെ MLA ആണ്, രാജിവെച്ചിട്ടില്ല. അദ്ദേഹം കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടും രാജിവെക്കാത്ത CPMലെ MLAമാരെ പോലെ തന്നെ അത്രയും എത്തിയിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്തായാലും. അപ്പോൾ അതുകൊണ്ട് രാഹുലും ഇപ്പോൾ MLA ആയിട്ട് തുടരുന്നു. അത് അയാളുടെ വ്യക്തിപരമായ കാര്യം. നേരത്തെ ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാൽ തിരിച്ചെടുക്കാൻ പറ്റും, MLA സ്ഥാനം രാജിവെച്ചാൽ അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പക്ഷേ ഈ കാര്യത്തിൽ ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട്. ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് അതിലേക്കൊക്കെ ഒന്ന് വരേണ്ടതുണ്ട്. ഞാനിപ്പോൾ ആ കാര്യത്തിൽ ഒരു തർക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്കൂടെ ഒന്ന് പോയിട്ട് വരാം. ഇപ്പോൾ VD സതീശൻ എന്താണ് വിവിധ ഘട്ടങ്ങളിലായി ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ നമ്മളോട് മാധ്യമങ്ങളോട് സംസാരിച്ചത്, പ്രതികരിച്ചത് എന്നതിൻ്റെ ഒന്ന് രണ്ട് ക്ലിപ്പുകൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ക്ലിയർ അല്ലേ. അത് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടല്ലല്ലോ, പാർട്ടി നേതൃത്വം യുനാനിമസായി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരേ കാര്യത്തിന് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? ഒരേ കാര്യത്തിന് ഞങ്ങളൊരു നടപടി എടുത്തില്ലേ? ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആ നടപടി എടുത്തു. ആ നടപടി ഇപ്പോൾ നിലനിൽക്കുകയാണ്. നിങ്ങളത് KPCC പ്രസിഡന്റിനോട് ചോദിക്കും. ഞാൻ പറയാൻ പാടില്ല. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ പെൺകുട്ടി. മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ പെൺകുട്ടി. മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ പെൺകുട്ടി. ഈ വിഷയത്തിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്താണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പ്രതികരിച്ചത് എന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. അദ്ദേഹം ഈ കാര്യത്തിൽ 2 തവണ എങ്ങനെയാണ് നടപടി എടുക്കുക എന്നാണ് പറഞ്ഞത്. സസ്പെൻഷനിലാണല്ലോ ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സസ്പെൻഷനിലായ ആൾ എങ്ങനെയാണ് കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ ഒരു വാക്കുകൂടി എല്ലാവരും കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് ശ്രീ N. ശ്രീകുമാർ പറഞ്ഞതും ഞാൻ കേട്ടു. കഴിഞ്ഞ ദിവസങ്ങൾ അങ്ങ് പറയാത്തതാണ്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എന്നുള്ള വാക്ക് ഇതുവരെ ആരും പ്രയോഗിച്ചു കണ്ടില്ല. സസ്പെൻഡ് ചെയ്തതല്ലേ ഉള്ളൂ എന്നുള്ള വാക്കുകളാണ് എല്ലാവരും പറയുന്നത് കേട്ടത്. ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് ബലപ്പെടുത്തിയിട്ടുണ്ട്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളുമായി ബന്ധപ്പെട്ട് പാലക്കാടൊക്കെ ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങുന്നത് എന്നൊക്കെയുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിനോട് ദീപാദാസ് മുൻഷിക്ക് വരെ സസ്പെൻഷൻ ആണല്ലോ എന്ന മറുപടി മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ. അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് പരാതി നൽകിയ യുവതിയുടെ മൊഴിയെടുക്കുന്നു പോലീസ് എന്നാണിപ്പോൾ വരുന്ന വാർത്ത. ഷീജ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ഷീജ, എന്താണിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? പെൺകുട്ടിയുടെ മൊഴിയെടുക്കുന്നു എന്നാണ് വരുന്നത്. വളരെ വേഗത്തിൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ കേസെടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്, അതല്ലേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആവശ്യത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുകയാണോ? തീർച്ചയായും ലാൽ, ഏതായാലും ഈ കേസുമായി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് പെൺകുട്ടി പരാതി നൽകിയ പശ്ചാത്തലത്തിൽ പരാതി മുഖ്യമന്ത്രിക്ക് കൈമാറുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ഇതിൽ വേഗത്തിലുള്ള തുടർ നടപടികൾ ഉറപ്പു നൽകിയിരുന്നു ഈ പെൺകുട്ടിക്ക്. പ്രത്യേകിച്ചും അത്രത്തോളം അതീവ ഗൗരവകരമായ വിഷയമാണ് ഈ പെൺകുട്ടിയുടെ പരാതി എന്ന് പറയുന്നത്. അതിൽ ഒരു തരത്തിലുള്ള കാലതാമസവും ഇല്ലാതെ അടിയന്തര നടപടികളിലേക്ക് കടക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ADGP ആയിട്ടുള്ള H. വെങ്കടേഷ് ഉൾപ്പെടെ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസിന് കൈമാറുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കി പോലീസ് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ പരാതി നൽകിയ പെൺകുട്ടിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുന്നത്. ഈ മൊഴി രേഖപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുന്നതടക്കമുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. അതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കങ്ങൾ ആ രീതിയിൽ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പരാതിയുമായി, പെൺകുട്ടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും വേഗത്തിലുള്ള നടപടികൾ അത് തന്നെയാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചു വരുന്നത്. ഷീജയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിൽ നിന്ന് ഇപ്പോഴും പുറത്താക്കിയിട്ടില്ലാത്ത, എന്നാൽ അതേസമയം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതേസമയം ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു 30 ദിവസത്തെ കാര്യമല്ലേ എന്ന് ഇതിനകം നമ്മൾ ചർച്ച ചെയ്ത കോൺഗ്രസ് ഭരണഘടന അനുസരിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു കാര്യത്തിൽ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ? കോൺഗ്രസിൻ്റെ ഒരു MLA ഇപ്പോഴും ഇതാ ഒരു യുവതിയുടെ പരാതിയുടെ മുന്നിൽ
ആളുകൾക്ക് മുമ്പിൽ എത്താൻ പറ്റാതെ മുൻകൂർ ജാമ്യം എടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും കോൺഗ്രസ് എന്ത് നടപടിയെടുത്തു? ഒരു പരാതി കിട്ടി മണിക്കൂറുകൾ പോലും ആകുന്നതിന് മുൻപ് പോലീസിൻ്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്ന ഒരു സർക്കാർ നടപടിയാണ്, പോലീസ് നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നിരിക്കെ എന്താണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, UDFിൻ്റെ കൺവീനർ, കോൺഗ്രസ് നേതാവ് കൂടിയായ പാർലമെന്റ് അംഗം കൂടിയായ അടൂർ പ്രകാശ് എന്താണ് അല്പം മുമ്പ് പറഞ്ഞത്? ഏതായാലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതുപോലെ പല ആളുകളുടെയും പേരിൽ കേസുകൾ പല കേസുകളും ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. രാഹുലിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടന്നതിന് ശേഷം ആ അന്വേഷണത്തിൽ എന്താണ് പുറത്തു വരുന്നതെന്ന് അറിയട്ടെ. അതിനുശേഷം മറുപടി പറയാം. ഇത് കള്ളക്കേസാണെന്നാണോ അപ്പോൾ പറയുന്നത്? അല്ല, കള്ളക്കേസാണോ എന്ന് ചോദിച്ചാൽ ആരുടെ പേരിൽ കള്ളക്കേസ് കൊടുക്കാം. UDFിൻ്റെ കൺവീനറാണ്, കോൺഗ്രസ് നേതാവാണ് പറയുന്നത്. ഒരു കള്ളക്കേസിൻ്റെ സാധ്യത എവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അടൂർ പ്രകാശ്. ഇതാണ് കോൺഗ്രസിന് ഇപ്പോൾ സ്ത്രീകളോടുള്ള നിലപാട്. ഒരു സ്ത്രീ ഇത്ര ദിവസവും അവരുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ശബ്ദം പുറത്തേക്ക് വന്ന് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നേതാവ് ഒടുവിൽ കേസെടുക്കണം എന്ന് ഇത്രയും ദിവസം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ ഒടുവിൽ പ്രതികരിക്കുന്നത് ഇനി ഇത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കാര്യങ്ങൾ പറയട്ടെ, അപ്പോൾ ആലോചിക്കാം എന്നുള്ള തരത്തിലേക്കാണ്. ശ്രീ N. ശ്രീകുമാർ, ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ ഇങ്ങനെ പറഞ്ഞു പോയാൽ? നോക്കൂ ഡോക്ടർ ലാല്, കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാന്നതിൻ്റെ അർത്ഥം. അത് ഞാൻ പറയാൻ കാരണം താങ്കൾ പറഞ്ഞത് ശരിയാണ്. അത് ഞാനൊന്ന് സൂചിപ്പിക്കാൻ കാരണം ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ചിലരുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്നല്ല എന്നാണ്. പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കേസ് ആദ്യം ഉണ്ടാകുമ്പോൾ ഒരു ചലച്ചിത്ര നടിയാണ്, ഒരു യുവതിയാണ് ആദ്യം പേരൊന്നും പറയാതെ പറഞ്ഞത്. ആളെ മനസ്സിലാകുന്ന രീതിയിൽ പേരൊന്നും പറഞ്ഞിരുന്നില്ല. ആ പേര് പറയാതിരുന്ന കാലത്താണ് കോൺഗ്രസ് അത് ആ പൊതുവികാരം മനസ്സിലാക്കിക്കൊണ്ട് ബോധ്യപ്പെട്ടുകൊണ്ട് സസ്പെൻഡ് ചെയ്തത്. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അല്ല, അത് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് ആരും പറഞ്ഞില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞോളൂ, ഇപ്പോൾ എല്ലാവർക്കും ഒരു താല്പര്യം വരുന്നുണ്ട്. അത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അത് ചിലപ്പോൾ ശരിയായിരിക്കും, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെയായിരിക്കും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാകുക. പക്ഷേ അങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് പോലും അതൊരു അലങ്കാരമായിട്ടാണ് തോന്നിയത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ്, ഞാൻ നേതാക്കന്മാർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്, അവർ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കുന്നു, ഞാനിങ്ങനെ എൻ്റെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വളരെ സന്തോഷവാനായി പോയിക്കൊണ്ടിരുന്ന അദ്ദേഹമാണ്. അതാണിപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന് താങ്കളും ചില നേതാക്കളും മുരളീധരനെ പോലുള്ളവരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ അടൂർ പ്രകാശിന് അതൊരു കള്ളക്കേസാണോ എന്ന് സംശയമുണ്ടാകുന്ന, പോലീസ് അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കണം എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് വേളയിലെങ്കിലും കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതാണല്ലോ നമ്മുടെ വിഷയം. അതായത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ വിഷയം ശബരിമലയിലത്തെ സ്വർണം കടത്തിയ കേസാണ്. CPMൻ്റെ നേതാക്കൾ അറസ്റ്റിലായി ജയിലിൽ പോയ കേസാണ്. ഇനിയിപ്പോൾ 1-2 ദിവസത്തേക്ക് ആ വിഷയം ഒന്ന് പിന്നാക്കം പോവുമായിരിക്കും. എന്തായാലും അതാണ് ഒന്നാമത്തെ. അതിന് കാരണം എന്താണ്? ഈ മാധ്യമങ്ങളെ മുഴുവൻ CPM വിലക്കെടുത്തോ? അല്ല, മാധ്യമങ്ങളുടെ കാര്യമൊക്കെ മാധ്യമങ്ങളെ നിങ്ങൾ വെറുതെ വിടുക. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളുടെ നിലപാടിനോടൊക്കെ എപ്പോഴും യോജിക്കുന്ന ഒരാളാണ് ഞാൻ. അവരെ സംബന്ധിച്ചിടത്തോളം വാർത്തകളുടെ പ്രാധാന്യം മാത്രമേ ഉള്ളൂ. അത് അവർക്ക് പുതിയ വാർത്ത വരുമ്പോൾ അത് പുതിയ വാർത്തയിലേക്ക് അവർ പോകും. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത് CPM പറയുന്ന പോലെ ഞങ്ങളെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യാവൂ. മിനിഞ്ഞാന്ന് മലയാള മനോരമയുടെ അവതാരക ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഇന്ന വിഷയം ചർച്ച ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ലെന്ന് CPM പ്രതിനിധി അറിയിച്ചു എന്ന്. അതുപോലെ എന്തായാലും കോൺഗ്രസ് ഒന്നും പറയില്ല. ഏത് വിഷയമാണ് ചർച്ച ചെയ്തോ? നോക്കൂ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊന്നും കോൺഗ്രസ് പ്രവർത്തകരെ, കോൺഗ്രസ് നേതാക്കളെ കിട്ടാനില്ലായിരുന്നു നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ. രാഹുലിന്റെ വിഷയമാണെങ്കിൽ വരില്ല. ഒന്നും മിണ്ടാതിരിക്കുക എൻ്റെ ലാലെ. ഇന്ന് എല്ലാ ചർച്ചയിലും കോൺഗ്രസ് അല്ല, ഇന്നത്തെ ദിവസം ഉണ്ട്. താങ്കൾ അത് വെച്ചാണ് മനസ്സിൽ വെച്ചാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞതും ബോധപൂർവം തന്നെയാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കൂ. ഇതിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത് ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അറിയാമോ? ഇതിൽ കോൺഗ്രസിൻ്റെ തീരുമാനം കഴിഞ്ഞു.
പിന്നെ വ്യക്തി എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കാണിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് ന്യായീകരിക്കുകയോ എതിർക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ വിഷയം കഴിഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം സ്ത്രീകളുടെ എന്താണ് അവരുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന വിഷയം, ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ ഗർഭത്തിന് പ്രേരിപ്പിക്കുക, അതിനുശേഷം അത് ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുക, ഇത് പലരുടെയും പേരിൽ കേൾക്കുക, ഓഡിയോ വരിക, അക്കാര്യത്തിൽ ഹൂ കെയേഴ്സ് എന്ന് ചോദിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരിക, അധിക്ഷേപിക്കുക, അതിനുശേഷം സസ്പെൻഡ് ചെയ്യപ്പെട്ട ആൾ പല രൂപത്തിൽ ഞാൻ നേതാക്കളുടെ ഒപ്പമാണ് എന്ന് പറഞ്ഞ് നേതാക്കളൊക്കെ എൻ്റെ ഒപ്പമാണെന്ന് ആളുകളുടെ മുമ്പിൽ ഒരു പ്രതീതി ഉണ്ടാക്കുക, എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് കോൺഗ്രസ് നടപടിയെടുത്തു, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ്. പക്ഷേ ചെയ്യേണ്ടത് എന്താണ്? പുറത്താക്കിയിരിക്കുന്നുവെന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ വന്ന് പറയണ്ടേ, സംസ്ഥാനത്തെ അധ്യക്ഷൻ വന്ന് പറയണ്ടേ? ഇങ്ങനെ ഇത്രയധികം ഹീനമായ കാര്യം ചെയ്ത ഒരാളെ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആരോപണം വന്നയാളെ, അതിൻ്റെ പേരിൽ പരാതി കൊടുത്തിരിക്കുന്ന ഒരാളെ, പരാതി നേരിട്ടിരിക്കുന്ന ഒരാളെ ഞങ്ങൾ മറ്റു പാർട്ടികളെ പോലെ അല്ല, ഞങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു, ഞങ്ങളിതാ നടപടി എടുത്തിരിക്കുന്നു, അയാളെ പുറത്താക്കിയിരിക്കുന്നു, അയാൾ MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറയണ്ടേ? ഡോക്ടർ ലാലെ, നിങ്ങൾ ഈ ചോദിച്ച് വിഷയം മാറ്റണ്ട. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിൽ നിന്നും പുറത്തായ ഒരാളുടെ കാര്യത്തെക്കുറിച്ച് പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിന് മുന്നിൽ ഇതാ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി കാണുകയാണ്. N. ശ്രീകുമാർ പ്രതികരിക്കുമ്പോൾ പറഞ്ഞോളൂ. അല്ല, പ്രതിഷേധം നടക്കട്ടെ. ഇതുപോലെ കോൺഗ്രസ്സുകാർ കൊല്ലം MLA മുമ്പിലും പ്രതിഷേധിച്ചിട്ടുണ്ട്. അതൊക്കെ നടക്കും. അതിലൊക്കെ എന്താ വ്യത്യാസമുള്ളത്? ഇല്ല, രണ്ട് വ്യത്യാസമുണ്ട്. താങ്കൾ നേരത്തെ ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. ഗോവിന്ദ മാഷ് പറഞ്ഞു ഈ MLA സ്ഥാനം രാജിവെച്ചാൽ പിന്നെ നിരപരാധിയാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അത് മുകേഷിന്റെ കാര്യത്തിൽ ശരിയായി വരുന്നുണ്ടായിരുന്നു. അതിലെ പരാതി പോലെ അല്ല ഇപ്പോൾ ഈ കാര്യത്തിലെ പരാതി. താങ്കൾ രണ്ടും തുലനം ചെയ്യുകയാണോ, ഒരുപോലെയാക്കുകയാണോ? ഡോക്ടർ ലാലെ, നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ കാര്യമാണ്. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് ഈ ഗവൺമെൻറ്റിനെതിരായുള്ള വിഷയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ്. അത് പ്രചരിപ്പിക്കുമ്പോൾ അതിനെ എതിർക്കാൻ ഗവൺമെൻറ്റിന് മുമ്പിൽ വിഷയങ്ങളില്ല. അപ്പോൾ അവരെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ. സ്വർണ്ണക്കടത്ത് കേസാണ് പ്രധാനമായിട്ടും ജനങ്ങൾ ചർച്ച ചെയ്യുക. ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണം കട്ട കേസിലെ CPM നേതാക്കൾ ജയിലിലായ വിഷയം. ഒരു പെൺകുട്ടി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പരാതി പറയുന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കരഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുന്നത് നമ്മൾ കേട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന തിരിച്ചുള്ള ശബ്ദവും നമ്മൾ കേട്ടു. അത്രയ്ക്ക് ഭീകരമായ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുമ്പോൾ സ്ത്രീകൾക്കൊപ്പം നമ്മൾ ഈ പിണറായി സർക്കാരിൻ്റെ മറ്റൊരു കേസ് കണ്ടല്ലോ. സ്ത്രീയുടെ വിഷയം വന്നപ്പോൾ അടുത്ത മാസം 8-ാം തീയതി വിധി വരാൻ പോവുകയാണ് ആ കേസിൽ. ഇപ്പോൾ നോക്കൂ, സ്ത്രീകളുടെ വിഷയം വരുമ്പോൾ എങ്ങനെയാണ് ഈ സർക്കാർ ഇടപെട്ടത്, കോൺഗ്രസ് പാർട്ടി എങ്ങനെ ഇടപെടുന്നു? ഇത് നല്ലൊരു അവസരമാണ് ജനങ്ങൾക്ക് വിലയിരുത്താൻ, അല്ലേ N. ശ്രീകുമാർ? ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾക്ക് മറുപടി പറയാൻ CPMന് പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അത് പറ്റാത്തതുകൊണ്ട് അവർ CPMും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധമൊക്കെ ഇപ്പോൾ എടുത്തിടുന്നുണ്ട്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഗവൺമെൻറ്റിനെതിരായ ഒരു മിനി വിധിയെഴുത്ത് നടത്തും. അതാണ് UDFന് അനുകൂലമായ സാഹചര്യം ഈ സംസ്ഥാനത്തുള്ളത്. ശരി, ഞാൻ വരാം. ഡോക്ടർ A. സമ്പത്ത്, നോക്കുക, താങ്കളും ഇതുപോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തൽപരനല്ല എന്നുള്ളത് എന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പല ആളുകൾക്കും താല്പര്യമില്ലാത്തത് തന്നെയാണ്, പല നേതാക്കന്മാർക്കും. പക്ഷെ നോക്കൂ, നിർഭാഗ്യവശാൽ സംസ്ഥാനത്ത് ഒരു സസ്പെൻഡ് ചെയ്യപ്പെട്ട, ഇപ്പോഴും പുറത്താക്കിയിട്ടില്ലാത്ത ഒരു കോൺഗ്രസ് MLA ഉണ്ട്. ഒരു പെൺകുട്ടിയുടെ പരാതി മുഖ്യമന്ത്രിയുടെ മുമ്പിലുണ്ട്. അത് പോലീസിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുന്നു. MLA കാണാനില്ല. ആ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടക്കുന്നു. എത്ര ദിവസങ്ങളായി മാധ്യമങ്ങൾ ചോദ്യങ്ങൾ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുന്നു. അവസാനം സഹികെട്ട് മുരളീധരനും രമേശ് ചെന്നിത്തലയും VD സതീശൻ പരോക്ഷമായിട്ടുമൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇപ്പോഴും പ്രതികരണങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഡോക്ടർ ലാല്, കോൺഗ്രസിൻ്റെ സഹയാത്രികൻ എന്നാണ് ശ്രീകുമാർ ചേട്ടനെ വിശേഷിപ്പിക്കുന്നതെങ്കിലും അദ്ദേഹം ഒരു നല്ല ഉറച്ച കോൺഗ്രസ്സുകാരൻ, കോൺഗ്രസിൻ്റെ അതിൻ്റെ നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ് എന്നത് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. അത് ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ശ്രീകുമാർ ചേട്ടൻ ഉൾപ്പെടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ എല്ലാം, ശ്രീ ജയചന്ദ്രൻ സാർ ഉൾപ്പെടെയുള്ളവരുടെയും നമ്മുടെ പ്രേക്ഷകരുടെയും ശ്രദ്ധ
കൃത്യമായ ഒരു 30 കൊല്ലം പിന്നിലേക്ക് ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. ഞാൻ ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല ഈ കാര്യത്തിൽ. 1995 ആണ്ട് ജൂലൈ മാസം 2-ാം തീയതി 29 വയസ്സുള്ള ഒരു യുവതി, അവരുടെ പേര് നയന സാഹിനി എന്നായിരുന്നു. സാഹിനി എന്ന പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല, ശരീരം കഷണങ്ങളാക്കി നുറുക്കി ആ ശരീരം ഡൽഹിയിലെ പ്രധാനപ്പെട്ട സ്ഥലത്ത്, ഇപ്പോൾ നമ്മുടെ കേരള ഹൗസ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ അപ്പുറത്ത് നിന്ന് വീഴുന്ന അകലത്തിൽ മാത്രമുണ്ടായിരുന്നു അന്നത്തെ ഹോട്ടൽ കനിഷ്ക. പിന്നീട് അത് വിൽക്കപ്പെട്ടു. അന്ന് പിന്നെ ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സ്ഥലവും കെട്ടിടവും ഒക്കെയാണ്. അത് സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. പിന്നീട് കഴിഞ്ഞ് ഹോട്ടൽ ഷാങ്ക്രിയിലെ അങ്ങനെ പല പേരുകളിലൊക്കെ ആയി. ഇപ്പോൾ പലരുടെ കൈകളിലേക്കൊക്കെ പോയി. അങ്ങനെ ഒരു ഹോട്ടൽ തന്നെ ഇപ്പോൾ ഇല്ല. അവിടെ നിന്ന് സന്ധ്യ കഴിഞ്ഞ സമയത്ത് ഏതാണ്ട് നമ്മൾ ഈ ചർച്ച നടത്തുന്ന ഏതാണ്ട് 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വല്ലാത്ത ഗന്ധം അവിടുത്തെ തണ്ടൂരിയുടെ അടുപ്പിൽ നിന്ന് വന്നു. അവിടെ ടാക്സി സ്റ്റാൻഡിനടുത്ത് ഒരു കറുത്ത ഒരു മെല്ലിച്ച സ്ത്രീ, ഈ പഴങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നതായിട്ടുള്ള ബീഹാറിൽ നിന്ന് അവിടേക്ക് കുടിയേറിയ ഒരമ്മ, ഇങ്ങനെ എന്തൊക്കെയോ പുക, ഈ മണം, ഇങ്ങനെ പല കാര്യങ്ങൾ അവർക്ക് സംശയം തോന്നിയിട്ട് ബീറ്റ് പോലീസുകാരനായി വന്ന ഡൽഹി പോലീസിലെ അയാളൊരു മലയാളി, എൻ്റെ പേര് എൻ്റെ ഓർമ്മ നസീർ കുഞ്ഞെന്നോ മറ്റോ ആണ്. അയാൾ കൊല്ലം സ്വദേശിയായിരുന്നു. ഭായ് സാബ് ഇതർ ആയി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ അവിടെ നിന്ന് പുക വരുന്നുണ്ട്, വല്ലാത്ത നാറ്റമാണ് എന്ന് പറഞ്ഞു. മൊബൈലൊന്നും അങ്ങനെ വ്യാപകമായിട്ടില്ലാത്ത കാലമാണ്. 1995 ജൂലൈ മാസം 2-ാം തീയതി രാത്രിയോടടുക്കുമ്പോഴാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ചെല്ലുമ്പോൾ ഗേറ്റെല്ലാം പൂട്ടിയിട്ടുണ്ട്, അകത്തേക്ക് കയറാൻ കഴിയുന്നില്ല, വല്ലാത്ത പുക വരുന്നു, ഇത് അകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല. അവിടുത്തെ പാറാവുകാരൻ അങ്ങനെ അദ്ദേഹം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അയക്കുന്നു. പോലീസ് വരുന്നു. തണ്ടൂരി അടുപ്പിൽ നിന്നാണ്, തണ്ടൂരി കത്തിച്ചതിൻ്റേതായിട്ടുള്ളതാണ്, അത് കോഴി കരിഞ്ഞതായിരിക്കും എന്നെല്ലാം പറഞ്ഞു. പക്ഷേ പോലീസ് എന്തായാലും ഇയാളുടെ നിർബന്ധം കാരണം, ഈ മലയാളി ഉദ്യോഗസ്ഥൻ്റെ നിർബന്ധം കാരണം അവരകത്ത് പ്രവേശിച്ച് അവിടെ നിന്ന് തോണ്ടിയെടുക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരം നുറുക്കപ്പെട്ടതായിട്ടുള്ളത്, അത് വെന്ത് ഉരുകി തുടങ്ങിയത്, അസ്ഥികൾ പോലും അപ്പോഴേക്കും ഉരുകി തുടങ്ങിയിരുന്നു. അതൊരു യുവതിയുടേതായിരുന്നു. ആ യുവതിയുടെ പേര് നയന സാഹ്നി എന്നായിരുന്നു. ആ യുവതിയുടെ പങ്കാളി, അദ്ദേഹത്തിൻ്റെ പേര് സുശീൽ ശർമ്മ എന്നായിരുന്നു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്നു. ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അറിവുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ബന്ധമെല്ലാം വ്യക്തിപരമായ കാര്യം, അവരുടെ വ്യക്തിപരമായ സ്വകാര്യതയാണെങ്കിലും നടന്നിട്ടുള്ളത് ഒരു ക്രിമിനൽ കുറ്റമാണ്. അതിന് കാരണമായി മാറിയത് ഈ പെൺകുട്ടി, യുവതി ഗർഭിണിയായിരുന്നു എന്നതും ഇപ്പറയുന്ന പ്രതി ഈ ഗർഭം അലസിപ്പിക്കാനായി പലതവണ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതും, അവർ ആ ഗർഭം അലസിപ്പിക്കാൻ തയ്യാറായില്ല, തന്നെ വിവാഹം കഴിക്കണമെന്ന് ശാഠ്യം പിടിച്ചിരുന്നു എന്നുള്ളതും, അതിനെ തുടർന്ന് പകപോക്കിയതാണ് എന്നുമുള്ളത്. ഇപ്പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരായി കേസും അന്വേഷണവും എല്ലാം വന്നപ്പോൾ അന്നത്തെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാർ പറഞ്ഞത്, തെരഞ്ഞെടുപ്പല്ലേ വരാൻ പോകുന്നത്, അതുകൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും പലരെ പറ്റിയും ആരോപണങ്ങൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞു. 1996 11-ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് എന്ന് അന്നത്തെ പ്രതിപക്ഷത്തിനെതിരായി പല കാര്യങ്ങളും പറഞ്ഞു. തീരുന്നില്ല. ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ പ്രതിയെ ഡൽഹിയിലെ സെഷൻസ് കോടതി ഇദ്ദേഹത്തെ ശിക്ഷിച്ചു. സംശയാതീതമായി പ്രോസിക്യൂഷൻ ഈ കേസ് തെളിയിച്ചു. അങ്ങനെ ഇദ്ദേഹത്തെ ഈ കൊലപാതക കേസിന് ശിക്ഷിച്ചു. അപ്പീൽ പോയി. ഡൽഹി ഹൈക്കോടതി അപ്പീൽ തള്ളി. സുപ്രീം കോടതി ഈ വധശിക്ഷ, പ്രതിക്കുള്ള വധശിക്ഷ ജീവപര്യന്തം തടവായി കുറച്ചു എന്നുള്ളത് മാത്രമാണ് ആകെ നടന്നത്. ആരായിരുന്നു പ്രതി? ആരായിരുന്നു കൊലപാതകി? എന്തായിരുന്നു കാരണം? ആ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എങ്ങനെയെല്ലാം നടന്നു? ഇന്നേക്ക് 30 വർഷം മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഡൽഹിയിൽ അങ്ങനെ നടത്തിയതായ കാര്യം, ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ ആസ്ഥാനം എന്നുള്ളത്, അവിടെ പലപ്പോഴും അങ്ങനെയാണ്, നമ്മൾ ഈ പാർലമെൻറ്റ് അംഗങ്ങളുടെ അവരുടെ ഈ ഭവനം, അവരുടെ ഈ ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ബംഗ്ലാവുകൾ, അതൊക്കെ പലപ്പോഴും പാർട്ടി ഓഫീസുകൾ, ബഹുജന സംഘടന, പോഷക സംഘടന ഓഫീസുകൾ ഒക്കെ ആയി പ്രവർത്തിക്കും. അവിടെ അശോക റോഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു പാർലമെൻറ്റ് അംഗം കോൺഗ്രസിൻ്റെ നേതാവിന് ലഭിച്ചിരുന്നതായിട്ടുള്ള ബംഗ്ലാവായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ ആസ്ഥാന മന്ദിരം. ആ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന് ദശാബ്ദങ്ങളോളം അങ്ങനെയായിരുന്നു. ഞാനിവിടെ പോയിട്ടുള്ള ആളാണ്. അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. ആ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം അടക്കം കഴിച്ചിട്ടുള്ള ഒരുപാട് പേര്. അപ്പോൾ ആ ഓഫീസ് പടിക്കലേക്ക് മാർച്ച് നടന്നു. പല വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും അതുപോലെ മഹിളാ സംഘടനകളുമല്ല. അന്നും ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതുപോലുള്ള വാചകങ്ങളാണ് 30 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞത്.
ചരിത്രം ആവർത്തിക്കുന്നു എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഞാനിവിടെ ഇപ്പോൾ ഈ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഏതെങ്കിലും ഒരു MLA യുടെ, ബഹുമാനപ്പെട്ട എന്ന് തന്നെ പറയുന്നു, ജനപ്രതിനിധികൾ അങ്ങനെ തന്നെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത്. ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണ്. തെറ്റ് കണ്ടാൽ തിരുത്തണം. സ്വയം തിരുത്തിയില്ല എങ്കിൽ ആ തെറ്റ് അവരെ കൊണ്ട് നേതാക്കൾ തിരുത്തിക്കണം. തെറ്റു കണ്ടാൽ തിരുത്താത്തതാണ് വലിയ തെറ്റ്. ആ തെറ്റിനെ ന്യായീകരിക്കുകയും അതിനെ മൂടിവെക്കാൻ ശ്രമിക്കുകയും അത്തരം കാര്യങ്ങൾ അല്ല. ഈ കാര്യങ്ങളിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ ക്രിമിനൽ കുറ്റങ്ങൾ നടന്നിട്ടുള്ളതായി സംശയമുണ്ടെങ്കിൽ അത് മാതൃകാപരമായിട്ടുള്ള നടപടികൾ ഒരു ബന്ധപ്പെട്ട പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. ഉണ്ടായില്ല എന്നുള്ളതിൽ ഖേദമുണ്ട്. ഇവിടെ ശിവകുമാർ ചേട്ടൻ പറഞ്ഞൊരു കാര്യം അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഏത് പോപ്പുലർ ഫ്രണ്ടുമായും ജമായത്തെ ഇസ്ലാമിയുമായും UDFനുള്ള ബന്ധം എന്നതും UDFനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നയിക്കുന്നു എന്നുള്ളതും കോൺഗ്രസിനകത്തുള്ള തർക്കം. ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് തന്നെ ബുദ്ധിയുപദേശകരായി ചില കാര്യങ്ങൾ എങ്ങനെയാണ് പ്രാക്ടിക്കലായി കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഉപദേശിച്ചു കൊടുക്കുന്നു. ഇതിലൊരു അവസാനത്തിലേക്കൊന്ന് വന്നാൽ ഞാൻ ആ വിഷയം കൂടി എടുക്കാം. ഞാൻ നിർത്തുന്നു. തീർച്ചയായും. ശ്രീ M ജയചന്ദ്രൻ, നോക്കൂ, ഇപ്പോൾ ഡോക്ടർ സമ്പത്ത് പറഞ്ഞ ഒരു വാചകമുണ്ടല്ലോ, തെറ്റ് കണ്ടാൽ തിരുത്തേണ്ടവർ അവർ തിരുത്തുന്നില്ല. തെറ്റ് കണ്ടാൽ തിരുത്തേണ്ടത് ആരാണ് ഈ വിഷയത്തിൽ? പ്രതിപക്ഷ നേതാവ്, KPCCയുടെ അധ്യക്ഷൻ, മുൻ KPCC അധ്യക്ഷൻ. നോക്കൂ, മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞ ഒരു കാര്യം കേൾക്കണോ? കഴിഞ്ഞ ദിവസം കേൾക്കൂ. മാങ്കൂട്ടത്തിന്റെ വോയിസ് ക്ലിയർ ആണല്ലോ. വോയിസ് അത് സാർ കേട്ടില്ല തോന്നുന്നു. ആ വോയിസ് കേട്ടിട്ടൊന്നുമില്ല. അപ്പൊ അത് കേൾക്കാണ്ടായിപ്പോയി സാർ പറഞ്ഞു. അതുകൊണ്ടാണ് പ്രതിരോധത്തിലായത്. അതൊന്ന് സാർ കേട്ടിട്ട് എന്നോട് മറുപടി പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി പറഞ്ഞിട്ട് വലിയ ഉപകാരമാണ്. നിങ്ങളത് കേട്ടിട്ടില്ല, തീരെ കേട്ടിട്ടില്ല. നിങ്ങൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇഗ്നോർ ചെയ്തൊക്കെ പോകുന്ന പറയാം. അല്ല സാർ, അത് വല്ലാത്തൊരു സംസാരമായി പോയി നിങ്ങളുടെ ഭാഗത്ത്. അത്രയും അല്ല, പ്രൊട്ടക്ട് ചെയ്തില്ല സാർ. അത് പ്രൊട്ടക്ട് ചെയ്തില്ല സാർ സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ട്. ഇത്രയും വലിയ സംസാരിച്ചിട്ടൊന്നുമില്ല. പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇനി അങ്ങനെ പോയിക്കോട്ട് നിർന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അയാളല്ല, അത്രയും വലിയൊരു വോയിസ് പുറത്തു കിടക്കണ്ടല്ലോ സാറേ. അത്രയും വലിയൊരു വോയിസ് പുറത്തു കിടക്കുന്നുണ്ടല്ലോ ആ സ്ത്രീ ആയിട്ട് സംസാരിക്കുന്നത്. അത് സാർ കേൾക്കാത്തോണ്ടാണ് വിഷയം പറ്റിയത്. അതൊന്നും സാർ കേൾക്കണം. കാരണം അത്രയും വിഷയമുള്ള സംഭവമാണ് അത്. കാരണം ഒറ്റ സ്ത്രീകളും നമുക്ക് വോട്ട് ചെയ്യൂല അത് കേട്ട് കഴിഞ്ഞാല്. അപ്പൊ ഇന്നലെ അല്ല, സ്ത്രീകളും എല്ലാം നടക്കുന്നതാണല്ലോ ഈ പരിപാടി. ഇങ്ങനെ പുരുഷന്മാർ മാത്രമല്ലല്ലോ. മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞ കാര്യമാണ്. എന്താണ് സാർ ഈ പറയുന്നത്? ഇത് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല, കേട്ടവർക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ. അദ്ദേഹത്തിന് തന്നെ ഇത് വീണ്ടും കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം അങ്ങനെ എനിക്കറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞാൽ നമ്മളത് കേൾപ്പിക്കുന്നതും കൂടെ ഒഴിവാക്കാം. അദ്ദേഹം അത് പറഞ്ഞാൽ മാത്രം മതി. പക്ഷേ ഇത് തെറ്റാണ്. ഇത്തരത്തിലുള്ള തെറ്റ് തിരുത്തേണ്ടവരൊക്കെ ഇങ്ങനെയാണ് പെരുമാറുന്നത്. തെറ്റ് തിരുത്തേണ്ട അടൂർ പ്രകാശ് പറഞ്ഞതാണ് നമ്മൾ നേരത്തെ കേട്ടത്. ഇതുപോലെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ പേരിലും ഇങ്ങനെയൊക്കെ പരാതികളും കേസുകളൊക്കെ വരാറുണ്ട് അത്രേ. അപ്പോൾ ഇത് കള്ളക്കേസാണോ എന്നൊക്കെ അന്വേഷിക്കണമെന്നാണ്. അപ്പോൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യണം വീണ്ടും. നേരത്തെ നയനാ സാഹ്നിയുടെ കാര്യം പറഞ്ഞല്ലോ. ഇതെന്താ യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥിരം പരിപാടിയാണോ ഇത്? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇങ്ങനെയാണോ സ്ത്രീകളെ, എത്ര സ്ത്രീകളുടെ കാര്യത്തിലാണ് പറഞ്ഞു കേൾക്കുന്നത്? ഇതൊക്കെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും അതിജീവിതയുടെ നീതിയെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന, വലിയ രീതിയിൽ ആദർശം പറയുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വം സ്വന്തം MLAക്ക് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും സസ്പെൻഷൻ എന്ന് പറയുന്ന പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് കേട്ടോ സാർ. ഇത്രയും കാലത്ത് മാധ്യമ പരിചയമൊക്കെ ഉണ്ടല്ലോ, എന്ത് തോന്നുന്നു? ഡോക്ടർ ലാൽ, ഇതിപ്പോ നമ്മുടെ മന്ത്രി വീണ ജോർജ് പറഞ്ഞത് തളരരുത് സഹോദരി എന്നാണല്ലോ പ്രതികരിച്ചത്. അതേസമയം മന്ത്രി V. ശിവൻകുട്ടി പ്രതികരിച്ചത് വി കെയർ എന്നാണ് പ്രതികരിച്ചത്. ഇപ്പോ കൈരളി ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇനി പീപ്പിൾ കെയർ എന്നുമാണ്. ഇതൊരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് വൈകുന്നേരം 5 മണി മുതൽ, ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ പാലക്കാട് MLAയുടെ MLA ഓഫീസ് അടച്ചു. അതാണ്, ആഫീസ് പൂട്ടി. പാലക്കാട് MLA ആഫീസ് പൂട്ടി വൈകുന്നേരം 5 മണി മുതൽ. ശരിക്കും ആഫീസ് പൂട്ടിയത് ആരുടെയാണ്? അതാണ് ഈ കേരളം ചർച്ച ചെയ്യുന്ന പ്രശ്നം. അതാണ് ആഫീസ് പൂട്ടിയത് കേരളത്തിലെ കോൺഗ്രസിന്റെ ആണ് എന്നുള്ള കാര്യത്തിൽ പിന്നെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇത് കോൺഗ്രസിനെ വെറുക്കാത്ത ഒരാളാണ് ഞാൻ എന്നും
എല്ലാ കാലത്തും ഞാൻ അങ്ങനെ ചർച്ച ചെയ്യുന്ന ആളാണ്. കേരളത്തിൽ കോൺഗ്രസ് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. പക്ഷെ ഇവിടെ ഡോക്ടർ ലാൽ എന്നെ അതിശയിപ്പിച്ച അമ്പരപ്പിച്ച ഒരു കാര്യം, പ്രിയ സ്നേഹിതൻ ശ്രീ എൻ ശ്രീകുമാറും ദീർഘകാലം മാധ്യമപ്രവർത്തനത്തിൽ ഉള്ള ഒരാളാണ്, ദീർഘകാലമായി. പക്ഷേ എന്നെ അമ്പരപ്പിച്ചൊരു കാര്യം, ഈ അതിജീവിത എന്ന് പറയുന്ന യുവതി ആരാണ്? ഞാൻ അവരുടെ ഐഡന്റിറ്റിയെ കുറിച്ചൊന്നും ഈ ചർച്ചയിൽ പറയാൻ പോകുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ അതൊരു മാധ്യമപ്രവർത്തകയാണെന്നേ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. എന്താണെന്നുള്ളത് അറിയാത്ത ആളൊന്നുമല്ല നമ്മൾ ഈ ചർച്ചയിലുള്ള ഒരാളും, എനിക്കറിയാം. അതൊരു മാധ്യമപ്രവർത്തകയാണ്. ഒന്നിലധികം മാധ്യമപ്രവർത്തകരെ, ഈ വനിതാ മാധ്യമപ്രവർത്തകരെ ഇയാൾ പീഡിപ്പിച്ചിട്ടുള്ള ചരിതങ്ങൾ ഞാൻ വളരെ വിശ്വസനീയമായി അറിഞ്ഞിട്ടുള്ള ആളുമാണ്. മുൻ മാധ്യമപ്രവർത്തകയായിരുന്ന റിനിയാൻ ജോർജ് എറണാകുളത്ത് ആദ്യം ഒരു വെളിപ്പെടുത്തൽ നടത്തിയല്ലോ. അവിടെയാണല്ലോ ഈ ഹൂ കേഴ്സിന്റെ പ്രശ്നമൊക്കെ പുറത്തേക്ക് വരുന്നത് തന്നെ. അപ്പൊ എന്നിട്ട് കേരളത്തിലെ മീഡിയ ഫ്രട്ടേണിറ്റി എന്താണ് ചെയ്യുന്നത്? അതാണ് എന്നെ അമ്പരപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ മീഡിയ ഫ്രട്ടേണിറ്റി എന്താണ് ചെയ്യുന്നത്? UDF കൺവീനറായ അടൂർ പ്രകാശിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ്, MP, തനിക്കെതിരെ 7 തവണ താൻ മത്സരിച്ചപ്പോഴും തനിക്കെതിരെ കള്ളക്കേസുകൾ ഉണ്ടായി. ഇതിനെ താതാത്മ്യപ്പെടുത്താനാണ് അദ്ദേഹം വൃഥാ പരിശ്രമിച്ചത്. അതുകൊണ്ട് അപഹാസ്യനായത് അടൂർ പ്രകാശ് മാത്രമല്ല, ആ പാർട്ടിയാണ്. അദ്ദേഹം കൺവീനറായിട്ടുള്ള UDF എന്ന മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് എന്ന പാർട്ടിയാണ് പരിഹാസ്യമാക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആ വാക്കിലൂടെ. കാരണം ഇത് ഇനി സംശയാതീതമായി തെളിയിക്കണം എന്നാർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇപ്പൊ ഇന്ന് തിരുവനന്തപുരം റൂറൽ SP അന്വേഷണം ഏൽപ്പിച്ചു, ADGP ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? തിരുവനന്തപുരം സെഷൻസ് കോടതിയിലേക്ക് ജാമ്യത്തിന് ശ്രമിക്കും, മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും. കൊടുക്കില്ല. ആർക്കാ അറിയാത്തത്? അത് കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു കാരണവശാലും കൊടുക്കില്ല. സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസും ഉണ്ട് അതിന്. അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിനായി പോകും. അതുവരെ ഈ ഒളിവ് തുടരും. ഇതാണല്ലോ ഇതിന് രത്ന ചുരുക്കമായിട്ട് ഇന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങൾ അല്ലേ? അതിനെ ഏത് പഴമുറം കൊണ്ടാണ് തടുക്കാനാവുക? നടക്കുന്ന കാര്യമാണ് അതൊക്കെ. ഇത് കേരളത്തിലാണ് ഇങ്ങനെ നടക്കുന്നത്. സഖാവ് സമ്പത്ത് പറഞ്ഞല്ലോ നയനസാഹിനിയുടെ കാര്യം. എത്രമേൽ നീചമായിരുന്നു. ബ്രൂട്ടൽ മർഡർ എന്നാണല്ലോ അക്കാലത്ത് എല്ലാവരും വിശേഷിപ്പിച്ചു അതിനെ. ആ ബ്രൂട്ടൽ മർഡറിനെ വെല്ലുന്ന ഒരു ഭ്രൂണഹത്യയാണ് ഈ കേസിൽ അതിജീവിതയ്ക്ക് നേരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രകടിപ്പിക്കാനുള്ളതിന്റെ ഡിജിറ്റൽ തെളിവടക്കം ഇന്ന് കൊടുത്തിട്ടുണ്ട്. CM-ന്, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞെട്ടിപ്പിക്കുന്ന സംഗതി. അതാണ് മറ്റൊന്ന്. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രവർത്തക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോഴ് ഡിജിറ്റൽ തെളിവടക്കമുള്ളൊരു കേസിനാണ് ഈ അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കൾ വൃഥാ പരിശ്രമിക്കുന്നത് ന്യായീകരിക്കാൻ. ആരെയാണ് ന്യായീകരിക്കുന്നത്? ഈ ന്യായീകരണം കൊണ്ട് കേട് സംഭവിക്കുന്നത് ആർക്കാണ്? തകരാറിലാവുന്നത് ആരുടെ ഇമേജാണ്? അത് കേവലം ശബരിമല പ്രശ്നത്തിന്റെ പേരിലാണ് എന്ന് ശ്രീ എൻ ശ്രീകുമാറിനെ പോലെയുള്ള പ്രിയപ്പെട്ട സ്നേഹിതർ പറയുമ്പോൾ എനിക്ക് കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ തോന്നുന്നില്ല. ശബരിമല പ്രശ്നം തീർത്തും കുറ്റകരമായ മറ്റൊരു ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ അടക്കം അത് ഏതാണ്ട് എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നു, നമ്മളെല്ലാവരും പറയുന്നതാണ്. പക്ഷെ അത് ഇതിനായിട്ട് എന്ത് താരതമ്യമാണെന്നേ. ഇത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള വേറെ സെനേറിയോ അല്ലേ അത് ഇവിടെ നടക്കുന്നത്? ഇത് ഒരാൾക്ക് നേരെയാണോ? ഒരാൾക്ക് നേരെ അല്ലെന്ന്, ഒന്നിലധികം ആൾക്കാർക്ക് നേരെയുണ്ട്. എന്ന് മാത്രമല്ല, ഇയാളുടെ വളരെ സീനിയർ ആയിട്ടുള്ള സമ്പത്തിന്റെയൊക്കെ സമകാലികനായിരുന്ന വേറൊരു നേതാവുണ്ട് പാർലമെന്റിൽ ഉണ്ടായിരുന്നത്, അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടല്ലോ. അദ്ദേഹത്തിന്റെ സ്വന്തം ബന്ധുവിന് സംഭവിച്ച വളരെ നീചമായ അപമാനം അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അത് ഇതേ വ്യക്തി തന്നെ നടത്തിയതല്ലേ അത്. ഇത്രയും അധമനായ ഒരു സൈക്കോപാത്ത് എന്നൊക്കെ പറയുന്നത് അതുപോലും കുറഞ്ഞു പോകും. അത്ര നീചമായ മനസ്ഥിതിയുള്ള ലൈംഗിക വൈകൃതം കൊണ്ടു നടക്കുന്ന ഒരാളിനെ നേതാവാക്കി, മാത്രമല്ല MLA ആക്കി. അത്തരം ലൈംഗിക വൈകൃതത്തിന്റെ ശിക്ഷയാണ് എനിക്ക് കിട്ടാൻ പോകുന്നതെന്നേ. അതാണ് പ്രശ്നം. കേരളം അതാണ് വിചാരണ ചെയ്യുന്നത്. ശബരിമല പ്രശ്നമൊക്കെ ഉള്ളത് കൃത്യമായി തന്നെ വിചാരണ ചെയ്യപ്പെടും, കുറ്റവാളി ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. പക്ഷെ ഈ ലൈംഗിക വൈകൃതം കൊണ്ടു നടക്കുന്ന ആളിനെ MLA ആക്കിയ
നേതാവാക്കിയ പാർട്ടി അയാളെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്? അല്ല, ഇത് കേവലം ലൈംഗിക വൈകൃതം മാത്രമല്ല ശ്രീ എം ജയചന്ദ്രൻ, ഇത് കേവലം ലൈംഗിക വൈകൃതം മാത്രമല്ല. എത്ര ക്രിമിനൽ ആയിട്ടുള്ള കൊല ചെയ്യും, കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ലൈംഗിക വൈകൃതത്തിനപ്പുറം ഒരു സൈക്കോപാത്തിൻ്റെ എല്ലാ രീതികളും പ്രകടിപ്പിക്കുന്നതിനപ്പുറം ഒരു MLA ആണ് ഇതെല്ലാം ചെയ്യുന്നത്. ആളുകളെ ആ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് സ്ത്രീകളെ തൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു MLA ആണ് ഈ രീതിയിൽ പറയുന്നതെന്ന് ഓർക്കണം. കൊല ചെയ്യുമെന്ന് വരെ പറയുന്ന വാക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇത്ര നിസ്സാരമായി നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ എം ജയചന്ദ്രൻ താങ്കളിലേക്ക് വീണ്ടും വരാം. അതിനു മുമ്പ് എനിക്കൊരു ഓഡിയോ വീണ്ടും എല്ലാ കോൺഗ്രസ് നേതാക്കളും ഒരുപോലെയാണ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. മറ്റു രീതിയിൽ പ്രതികരിച്ചു തുടങ്ങിയവരുടെ വാക്കുകൾ കൂടി നമ്മൾ കേൾപ്പിക്കണ്ടേ? കെ മുരളീധരൻ പറഞ്ഞത് നമുക്ക് ഒന്ന് കേൾക്കാമല്ലോ. കെ മുരളീധരൻ: സർക്കാർ ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാം. ഇപ്പോൾ ഏതായാലും അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞു. ഇനി ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ഇനി പന്ത് സർക്കാരിൻ്റെ കോർട്ടിലാണ്. നടപടികൾക്കനുസരിച്ച് രാഹുലിനെതിരെ നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ എതിരായി സ്വീകരിച്ച നടപടികൾ കൂടുതൽ കടുപ്പത്തിലേക്ക് പോകണമെന്നുള്ളത് വരും ദിവസങ്ങളിലെ സാഹചര്യങ്ങളനുസരിച്ച് പാർട്ടി തീരുമാനിക്കും. അല്ല, അത് പോലീസ് ആക്ഷൻ അനുസരിച്ച് നടപടി പാർട്ടി സ്വീകരിക്കും. അത് KPC പ്രസിഡന്റ് ഫൈനലായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. അല്ല, അതൊക്കെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളല്ല ആക്ഷൻ എടുക്കേണ്ടത്. ആക്ഷൻ എടുക്കേണ്ട സർക്കാരാണ്. എന്തായാലും കഴിഞ്ഞ ദിവസവും കെ മുരളീധരൻ പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ ഇനി കോൺഗ്രസിൻ്റെ വേദികളിൽ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് വരെ പറയാൻ കെ മുരളീധരൻ തയ്യാറായിരുന്നു. ഇപ്പോൾ ഇത്രയെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ സർക്കാരിൻ്റെ കോർട്ടിലാണ് പന്ത് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് എനിക്കറിയില്ല. അത് നിയമപരമായ പന്തിനെക്കുറിച്ചായിരിക്കും. അത് പോലീസ് അവിടെ ആക്ഷൻ തുടങ്ങിയിട്ടുമുണ്ട്. പക്ഷേ അതേസമയം ധാർമ്മികതയുടെ ഏതറ്റം വരെയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ ഒരു പാർട്ടി ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങളാണ് ഇനിയിപ്പോൾ അടുത്ത അധികാരത്തിലേക്കൊക്കെ വരേണ്ടതെന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഒരു വ്യത്യസ്തത ചൂണ്ടിക്കാട്ടേണ്ടി വരുമല്ലോ. അത് എവിടെ എന്നതാണ് അന്വേഷിക്കുന്നത്. ശ്രീ N. ശ്രീകുമാർ, നോക്കുക, കോൺഗ്രസിൻ്റെ ആപ്പീസ് പൂട്ടിയെന്നാണ് ആ കണക്കിന് നോക്കുമ്പോൾ എം ജയചന്ദ്രൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ CPM നേതാക്കൾക്കെതിരെയൊക്കെ സമാനമായ ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ സ്വീകരിക്കുന്ന ശക്തമായ ഭാഷയും നിലപാടുമൊന്നും VD സതീശൻ്റെയോ KPCC പ്രസിഡൻ്റെയോ ഭാഗത്തു നിന്നൊന്നും കാണുന്നില്ല. ഇത് ജനം വിലയിരുത്തില്ലേ എന്നാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. നോക്കൂ ഡോക്ടർ ലാലേ, നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ഒരു പരിധിവരെ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വിഷയം തുടർന്നുകൊണ്ട് പോകുന്നത് നിങ്ങൾ വിളിക്കുന്ന ഗസ്റ്റിനോടുള്ള ഒരു അവഹേളനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ പറഞ്ഞ വിഷയം ഞാനും സമ്പത്തും ഒക്കെ ഉള്ള ഒരു ചിത്രം വെച്ച് നിങ്ങൾക്ക് തന്ന വിഷയത്തിൽ രാഷ്ട്രീയമാണ്. പക്ഷേ ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ അത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ഒരാൾക്കെതിരെ ഒരു യുവതി പരാതി കൊടുത്തു. ആ പരാതി പോലീസ് അന്വേഷിക്കുന്നു. ആ കാര്യത്തിൽ നിയമപരമായ നടപടി എടുക്കട്ടെ. അതിൽ നിങ്ങൾ എത്ര മറുത്തും തിരിച്ചും ചോദിച്ചാലും വേറെ ഉത്തരം ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ ഇപ്പോൾ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങളുടെ മുമ്പിൽ 10 ദിവസമേ ഉള്ളൂ ജനങ്ങൾ തീരുമാനിക്കാൻ. ആ 10 ദിവസത്തിനുള്ളിൽ ജനങ്ങൾ തീരുമാനിക്കും എന്താ കോൺഗ്രസ് ചെയ്തത് ശരിയാണോ തെറ്റാണോ, UDF ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങളുടെ വിധിയിലേക്ക് 10 ദിവസത്തേക്ക് നമുക്ക് കാത്തിരിക്കാം. പിന്നെ ഇതിൽ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ ഒരുപാടുണ്ട്. ശ്രീ ജയേന്ദ്രൻ ഇവിടെ ഒരു പദപ്രയോഗമൊക്കെ ഉപയോഗിച്ച് സംസാരിച്ചല്ലോ. പാലക്കാട് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളാണ് അദ്ദേഹം എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അല്ലാതെ കോൺഗ്രസ് അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചതല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ ജനങ്ങളെ അവഹേളിക്കാനൊന്നും ഞാനില്ല, അത് കൊല്ലത്തെ ജനങ്ങളെ അവഹേളിക്കാനും ഞാനില്ല. തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുന്നുവോ ആ ജനങ്ങളോടുള്ള എൻ്റെ പ്രതിബദ്ധതയ്ക്ക് യാതൊരു മാറ്റവുമില്ല. ആരെ തിരഞ്ഞെടുത്താലും തിരഞ്ഞെടുക്കപ്പെട്ട ആൾ പിന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന് വേറെ മരുന്ന് അല്ലെങ്കിൽ ജനങ്ങളുടെ എല്ലാ ആശംസകളും ആശീർവാദങ്ങളും ഉണ്ടായിരുന്നു. അന്ന് അവതരിപ്പിച്ച അതേ മുഖത്തോടു കൂടി തന്നെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴുള്ളത്? കോൺഗ്രസ് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും അങ്ങനെ അല്ലല്ലോ പറയുന്നത്. ആ കാര്യത്തിൽ N. ശ്രീകുമാറിന് അതൊരു പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് ഒരു നിലപാട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് മറ്റേ വിഷയത്തിലേക്ക് വരാൻ പറ്റാത്തത്. ഇത് തന്നെ തുടരേണ്ടി വരുന്നത്. അല്ല, നിങ്ങൾ മറ്റേ വിഷയം എടുക്കില്ല, അതെനിക്കറിയാം. ഒന്ന് മിണ്ടാതിരിക്കണ്ടേ ലാലേ, നമ്മളൊക്കെ ഇതേ ഒരേ കളരിയല്ലേ. നിങ്ങൾ ആ വിഷയം എടുക്കില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ചോദിച്ചാൽ ഞാൻ ഇതിനും കൂടെ എന്താ വ്യക്തമാക്കുക? ശ്രീ സമ്പത്തിന് മനസ്സിലാവും, ശ്രീ ജയന്തന് മനസ്സിലാവും, താങ്കൾക്ക് മനസ്സിലാവില്ല. കാരണം എന്താ അറിയോ, താങ്കൾക്ക് വേറെ രീതി കൊണ്ടുവരണം. ഞാൻ ഒന്നുകൂടെ വ്യക്തമായി പറയാം. കോൺഗ്രസ്സിന് ഇല്ലാത്ത ഒരാൾ ഉള്ള സമയത്തും ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ ന്യായീകരണമാണ്. കൃത്യമായിട്ട് അതൊക്കെ നിങ്ങൾക്കറിയാം. പാർട്ടിയുടെ ന്യായീകരണം ഞാൻ പറയാറുള്ളൂ.
അതായത് ഒരാൾ തെറ്റുകാരനാണ് എന്ന്, അതായത് ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ കുറ്റാരോപിതനാണ് ഇപ്പോൾ എല്ലാവരും. ഗോവിന്ദ മാഷ് ഇന്നലെ പറഞ്ഞത് കുറ്റാരോപിതനായ ഒരാളെക്കുറിച്ച് ഞാനൊന്നും വിധി പ്രഖ്യാപിക്കാൻ തയ്യാറല്ല. ഇത് നിയമം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താ, നിങ്ങളുടെ പോലീസില്ലേ എന്നാണ് ചോദിച്ചത്. ആ പോലീസ് ഇന്ന് വന്നു. ആ പോലീസിന് മുമ്പിൽ പരാതിയുണ്ട്. പരാതി പോലീസിനല്ല, മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് കൊടുത്തത്. അപ്പോൾ കൂടുതൽ പെട്ടെന്ന് എളുപ്പത്തിലാകും. ആ പോലീസ് എന്ത് നടപടിയെടുക്കും? ആ നടപടിയാണ് നമ്മൾ കാത്തിരിക്കുന്ന നടപടി. മറ്റുള്ളതൊക്കെ കോടതിയെ തീരുമാനിക്കുക. അതുവരെ കോൺഗ്രസ് എടുത്ത നടപടി ധാർമ്മികമായി ശരിയാണ്. വേറെ വിഷയങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ മറ്റു പാർട്ടികളിലൊക്കെ വിഷയങ്ങൾക്ക് മറ്റു പാർട്ടികളിലെ വിഷയമുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ സമ്പത്തിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കാരെയോ ഒക്കെ നമുക്ക് ഭീഷണിപ്പെടുത്താം. പക്ഷേ അവരതിന് മറുപടി പറയട്ടെ, അവർക്ക് ഭീഷണി നേരിടാൻ പറ്റുന്നില്ലെങ്കിൽ. പക്ഷേ ഞാൻ ഇതിനകത്ത് ഒരു ചർച്ച നടത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനകത്ത് വ്യത്യസ്തമാകുന്നതെന്നാണ്. കോൺഗ്രസിന് ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിച്ച് കാണിക്കണ്ടേ? എം മുകേഷിന്റെ കാര്യത്തിൽ കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാടെടുത്തല്ലോ. നിങ്ങൾ രാജിവെക്കണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരിക്കുകയായിരുന്നോ കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തത്? അല്ലല്ലോ. എല്ലാ ദിവസവും കാറിന്റെ മുമ്പിലേക്ക് എടുത്ത് ചാടുകയായിരുന്നല്ലോ. രാജിവെക്കണം എന്നാണല്ലോ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പറഞ്ഞത്. അപ്പോൾ രാജിവെപ്പിക്കണ്ടേ ഇവിടെ? നോക്കൂ ഡോക്ടർ ലാലേ, ഞാനും സമ്പത്തും ഒക്കെ ഇപ്പം ചാനലിലിരുന്ന് കാണുന്നവരല്ല, വർഷങ്ങളായിട്ട് അറിയുന്നവരാ. അപ്പം സമ്പത്തിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊന്നും ഞാൻ സംസാരിക്കാറില്ല, സമ്പത്തിനറിയാം. രണ്ടാമത്തേനും ജയൻ എൻ്റെ അടുത്ത സുഹൃത്താണ്, അതറിയാമല്ലോ. ഇപ്പോഴും ഞങ്ങളുടേതായ ഒരു സംഘടനയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഞാൻ രാഷ്ട്രീയമേ പറയൂ എന്ന് തീരുമാനിച്ചാൽ രാഷ്ട്രീയമേ പറയൂ. അത് നിങ്ങൾക്ക് താല്പര്യം വേറെ ആയിരിക്കും. ഇവിടെ കോൺഗ്രസിൻ്റെ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാനീ പറയാൻ പോയ ഈ CPM നേതാക്കൾ മുൻകാലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിൽ ഒരാൾക്ക് മാത്രമല്ലോ ബാധകമാവുക, പൊതുനയമല്ലേ അത്? നേതാക്കൾക്ക് ബാധകം. ഭാവിയിൽ ഒരു പ്രശ്നം വരുമ്പോൾ CPM നേതാക്കൾ പണ്ട് എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? അതോ നിങ്ങൾ അന്ന് ആ പ്രശ്നം ഉണ്ടായപ്പോൾ എടുത്ത നിലപാടാണോ ഇപ്പോൾ ബാധകം? എന്താണ് സർ? രാഷ്ട്രീയം പറയൂ. നോക്കൂ ഡോക്ടർ ലാലേ, നിങ്ങൾ ചോദ്യം ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഉത്തരം പറയുന്നത്. നിങ്ങൾ ചോദ്യം ചോദിച്ചില്ലേ ഞാൻ ഈ വിഷയമൊന്നും ഈ CPM-ലത്തെ കാര്യം ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥനല്ലേ? അല്ലെ ഞാൻ മിണ്ടാതിരിക്കണം? മിണ്ടാതിരിക്കുന്ന ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ ചോദ്യം ചോദിക്കാതിരിക്കില്ല. എനിക്കറിയേണ്ടത് കോൺഗ്രസ് അന്ന് എന്ത് പറഞ്ഞു എന്നാണ്. CPM-ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ ആരോപിച്ചപ്പോൾ അന്ന് നിങ്ങളെടുത്ത നിലപാട് എന്താണ്? അതിവിടെ ചെയ്ത് കാണിക്കണ്ടേ? രാജിവെപ്പിക്കണ്ടേ? രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങൾ നാളെ DYFIക്കാർ പോയി കയറി ഇറങ്ങിയിട്ടാണോ രാജിവെക്കേണ്ടത്? അല്ലല്ലോ. നിങ്ങൾ രാജിവെപ്പിക്കണ്ടേ? കോൺഗ്രസ്സുകാർ പറയുന്നത് രാജിവെക്കേണ്ട, അവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നു, സർക്കാർ എന്തെങ്കിലും നടപടിയെടുത്ത് നാളെ കേസ് തെളിയിച്ചാൽ ഞങ്ങൾ നോക്കാമെന്നാണോ? ഇങ്ങനെയാണോ പറയേണ്ടത്? ഒരു MLA കുറ്റാരോപിതനായാൽ CPM എന്താണോ നിലപാടെടുത്തത് ആ നിലപാടൊരു പൊതു നിലപാടായിട്ട് ഒരു പത്രപ്രവർത്തകനായ ഞാൻ കാണുന്നു. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എൻ്റെ കുറ്റമല്ല. കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെയാണ് കാണേണ്ടതെന്നാണ് ഞാൻ ചോദിച്ചത്. പത്രപ്രവർത്തകർ കാണുന്നത് താങ്കൾ പെട്ടെന്ന് സൗകര്യം പോലെ പത്രപ്രവർത്തകനായല്ലേ? കോൺഗ്രസിനെ സ്നേഹിക്കാതിരിക്കരുത്. ഈ നിമിഷത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ താങ്കൾ കോൺഗ്രസിനെ കൈവിടരുത്, അതെൻ്റെ അഭ്യർത്ഥനയാണ്. താങ്കൾ കോൺഗ്രസിന് വേണ്ടി ചിന്തിക്കുകയാണെങ്കിൽ, കോൺഗ്രസ്സുകാരോട് ഉപദേശിക്കുകയാണെങ്കിൽ, ഈ ഘട്ടത്തിൽ നിങ്ങൾ സമരം ചെയ്തത് എന്തിനു വേണ്ടിയാണ്? പണ്ട് CPM-ൻ്റെ നേതാക്കൾക്കെതിരെ ആരോപണം വന്നപ്പോൾ ആ കാര്യം ഇപ്പോൾ ചെയ്ത് കാണിച്ച് ആളുകളുടെ മുമ്പിൽ ധാർമ്മികത തെളിയിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആപ്പീസ് പൂട്ടും, M ജയചന്ദ്രൻ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഡോക്ടർ ലാലേ, ഒരു പാർട്ടിയോലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിലോ അല്ല ഒരു ആപ്പീസ് പൂട്ടിക്കുക. അത് ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾ തീരുമാനിക്കാൻ 10 ദിവസം നിങ്ങൾ കാത്തിരിക്കൂ. ആ 10 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വിധി അറിയാം. ആ വിധിയാണ്, ജനവിധിയാണ് ഏറ്റവും വലിയ വിധി കേട്ടോ. ആ വിധിക്ക് വേണ്ടി കാത്തിരിക്കുക. അതിനു മുമ്പ് നിങ്ങൾ തലകുത്തി മറിഞ്ഞാലും ഞാൻ ഈ കോൺഗ്രസിൻ്റെ നേതാവൊന്നുമല്ല ഉപദേശിക്കാൻ, ഒരു കോൺഗ്രസ്സുകാരനായ പത്രപ്രവർത്തകൻ. പക്ഷേ ഞാൻ കോൺഗ്രസ്സുകാരനായ പത്രപ്രവർത്തകൻ, ഞാൻ എന്നും കോൺഗ്രസ്സുകാരനായ പത്രപ്രവർത്തകനായിരിക്കും. ഞാൻ വിമതനാവില്ല കേട്ടോ. ശരി ശരി. ഡോക്ടർ സമ്പത്ത്, ഇക്കാര്യത്തിൽ എന്താണ് ജനം തീരുമാനിക്കുക എന്ന കാര്യത്തിലാണല്ലോ 10 ദിവസം കഴിഞ്ഞ് ജനം തീരുമാനിക്കുന്നതാണ് വിഷയം. ഇതാണ് സ്ത്രീ സുരക്ഷ. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇവിടുത്തെ വിഷയം. നേരത്തെ പറഞ്ഞ സുശീൽ ശർമ്മയുടെ കാര്യത്തിൽ എന്താണ് ജനം പിന്നീട് തീരുമാനിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ അത് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ വിഷയമൊക്കെ പലയിടത്തും. ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുക എന്നതും കൂടി അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയമായി നിങ്ങൾക്ക് പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഡോക്ടർ ലാലെ, ഞാൻ ഇപ്പോൾ
ഈ ഒരു ചർച്ചയിൽ ഏതെങ്കിലും ഇപ്പോൾ ഞാനൊരു സുപ്രീം കോടതി വരെ പോയൊരു കേസുമായി ബന്ധപ്പെട്ട് അതിലെ സംഭവത്തെ സംബന്ധിച്ചും ഞാൻ 1996 ആദ്യമായി 11ാം ലോക്സഭയിൽ ഞാൻ അംഗമായി ഡൽഹിയിലെത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ വിഷയത്തിൽ എനിക്ക് ആ പാവപ്പെട്ട ആ അമ്മയെ എനിക്കറിയാം. അതിനുശേഷം പതിറ്റാണ്ടുകളോളം ഞാൻ അവിടെ പോകുമ്പോൾ അവരെ കാണുകയും ഒക്കെ ഞാൻ സംസാരിക്കുകയും ചെയ്യും. ഞാൻ ഇതുകൂടി അങ്ങ് പറയുകയാണ്. ആ കേസിൽ മൊഴി മാറ്റി പറയുന്നതിന് വേണ്ടി അക്കാലത്ത് അവരെന്നോട് പറഞ്ഞിട്ടുള്ള വാചകമാണ്, 1 ലക്ഷം രൂപ അവരുടെ ഗാവിൽ അവർക്കൊരു നല്ല വീട്, അവർ ബീഹാറിൽ നിന്ന് പണ്ട് കുടിയേറിയവരാണ്, അവരുടെ തിരിച്ചങ്ങ് പൊക്കോളൂ, അവിടെ വീട്ടിൽ നല്ലൊരു വീട്, അതടക്കം ആ സ്ത്രീക്ക് ഓഫറുണ്ടായിരുന്നു. അവർ എന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ആ സ്ത്രീ പറഞ്ഞതാണ്, ദൈവത്തിന് നിരക്കാത്തതൊന്നും ഞാൻ പറയില്ല, ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞതും ഞാൻ എവിടെയും പറയും എന്ന് ആ സ്ത്രീ പറഞ്ഞു. ഭാഗ്യവശാൽ ആ സ്ത്രീ ജീവിച്ചിരുന്നു, ഇപ്പോഴും ഒരു ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അടുത്ത 2-3 വർഷമായി ഞാൻ കണ്ടിട്ടില്ല അവരെ. ഇവിടെ ഇപ്പോൾ ഇതിന് സമാനമായ ഒരു കാര്യം ഇവിടെ ഉണ്ടാവുകയാണ്. ഇവിടെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതിൻ്റേത് മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ദ ബോഡി ഓഫ് എ ഹ്യൂമൻ ബീയിങ്, അതിന് ഈ അന്താരാഷ്ട്ര ഈ കൺവെൻഷനുകളിലും അതുപോലെ തന്നെ നമ്മുടെ നിയമത്തിലുമെല്ലാം പറയും ദ ഇൻവയബിലിറ്റി ഓഫ് ദ ഹ്യൂമൻ ബോഡി എന്നുള്ളത്. എൻ്റെ അനുമതിയും എൻ്റെ സമ്മതവുമില്ലാതെ എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനും എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനും അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ആൾട്രേഷൻസ്, അത്തരത്തിലുള്ള ഒരുപാട് കാര്യം, മെഡിക്കൽ ടെർമിനോളജി ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല, അതിന് മറ്റൊരാൾ നിർബന്ധിക്കുക എന്നത് കുറച്ചുകൂടി പച്ചയ്ക്ക് പറഞ്ഞാൽ റേപ്പ് മാത്രമല്ല, ഒരു കൺസെൻറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് അത് മാത്രമൊന്നുമല്ല. ആ കൺസെൻറ്റ് എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ഉള്ളതും അവിടെ ബാധകമാണ്. തീരുന്നില്ല, അവിടെ ഈ ഗർഭധാരണത്തിന് നിർബന്ധിക്കുക എന്നുള്ളത് അത് മാത്രമല്ല, ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുക എന്നുള്ളത്, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ, ഇതിൻ്റെ മെൻ്റൽ ട്രോമ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ, അത് നിയമത്തിന് മുമ്പിൽ അതെല്ലാം അതൊരു വല്ലാത്ത ഒരു മാനമാണ്. അതൊരു നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ, സ്ഥാവരജംഗമ വസ്തുവിൻ്റെ അതിൻ്റെ മേലുള്ള കയ്യേറ്റമോ അല്ലെങ്കിൽ അത് കടത്തിക്കൊണ്ടു പോകലോ അല്ലെങ്കിൽ അതിൻ്റെ മോഷണമോ അതല്ല ഇനി റോബറിയോ അത്തരം കാര്യങ്ങളല്ല. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യൻ്റെ ജീവനാണ്, മനുഷ്യൻ്റെ മാനമാണ്. ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇന്ത്യയിൽ നിലവിലുള്ള പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിലവിലുള്ളതായിട്ടുള്ള ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഈ പറയുന്നതായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്ന സമയം എന്നുള്ളത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത് ഇന്ത്യൻ പീനൽ കോഡ് നിലവിലിരിക്കുമ്പോൾ എന്തായാലും ഈ പറയുന്ന കാര്യത്തിലെല്ലാം ഇതിൻ്റെ പ്രൊസീജിയറെല്ലാം അന്നത്തെ CRPCക്ക് സമാനമായിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളും ആ ശിക്ഷാ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കുറ്റത്തിനുള്ള ശിക്ഷ ഡിഫൈൻ ചെയ്യും കുറ്റത്തെ, അതിനനുസരിച്ചാണ് ഇതിൻ്റെ ശിക്ഷ വരിക. അത്തരം കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മളതിനെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയാണോ കാണേണ്ടത്? അങ്ങനെയാണോ കാണേണ്ടത്? അതൊരു ജനാധിപത്യ രാഷ്ട്രത്തിൽ BJPയുടെ സഖ്യകക്ഷി അതിൽപ്പെട്ടതായിട്ടുള്ള നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ഇപ്പോൾ നമ്മുടെ ഈ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആനന്ദ് കുമാർ സിംഗ് എന്ന് പറയുന്ന ആൾ അവിടുത്തെ ഈ ജൻസുരാജ് പാർട്ടിയിലെ ഒരു പ്രവർത്തകനൊരു നേതാവിനെ വധിച്ച കേസിൽ അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്, ജയിലിലാണ്. ഒരു തമാശയായി പോലും, ക്രൂരമായ തമാശ എന്ന് പറയേണ്ടി വരും. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ, നിങ്ങൾ 3 പേര് മാധ്യമപ്രവർത്തകരാണല്ലോ. ഒരു പത്രത്തിലെ ഒരു കാർട്ടൂണാണ്, നമ്മളെ വേദനിപ്പിക്കുന്ന കാർട്ടൂണാണ്. ജയിലിലെ ഉദ്യോഗസ്ഥർ 2-3 പേര് വളഞ്ഞു നിന്ന് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായി നമ്മൾ ശ്രദ്ധിച്ചോണം. ഇപ്പോൾ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്, ചിലപ്പോൾ അദ്ദേഹം ജയിൽ വകുപ്പിൻ്റെ മന്ത്രിയായേക്കും, അതുകൊണ്ട് നന്നായി നമ്മളല്ലോ അദ്ദേഹം പറയുന്നത് അനുസരിക്കണം എന്നുള്ളതുപോലെ ഇത്തരം കാര്യങ്ങളിൽ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ഒരു MLA എന്നത് ഒരു ഭരണഘടനാ പദവി, ഭരണഘടനാ ചുമതല നിർവഹിക്കുന്ന ആളാണ്. സാധാരണ നിലയിൽ നമ്മൾ അത്തരത്തിൽ എല്ലാ ജനപ്രതിനിധികൾക്കും, അത് ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നാലും ഇന്ന് ഭരണഘടനാപരമായിട്ടുള്ളൊരു ചുമതലയാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു രാഷ്ട്രീയ കക്ഷി എടുക്കേണ്ടതായിട്ടുള്ള ഞാൻ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പോൾ ആ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ ക്ലിപ്പിംഗ് എല്ലാം ഇവിടെ ഇങ്ങനെ ലാൽ കാണിച്ചപ്പോൾ ഭാഗ്യവശാൽ ആ പുറകിൽ കുറേ ഈ നല്ല ഗ്രന്ഥങ്ങൾ അടുക്കി വെച്ചിരുന്നതിൽ മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അറ്റ് ഗ്ലാൻസ് കാണാനിടയായി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതിങ്ങനെ ഷെൽഫിൽ വെച്ചിരിക്കാതെ എപ്പോഴെങ്കിലും അതൊന്ന് പൊടിതട്ടിയെടുത്ത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ വായിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ഒരു 3 പുസ്തകത്തിനപ്പുറത്ത് ഇന്ത്യയെ കണ്ടെത്തൽ കൂടി അവിടെ ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ആ യുവ കോൺഗ്രസ് നേതാവിന്, ഇത്തരത്തിൽ ജനപ്രതിനിധി ആയ ആളിനും അദ്ദേഹത്തെ സംരക്ഷിക്കാനായി നടക്കുന്ന മറ്റ് ജനപ്രതിനിധികളായ കോൺഗ്രസ് നേതാക്കളും അടക്കമുള്ളവർക്ക് ഇങ്ങനൊരു ഗതികേട് ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. അത് അവരുടെ ഗതികേട് മാത്രമല്ല, ഈ നാടിൻ്റെ ഗതികേടായി ഇത്തരത്തിലുള്ള വിഴുപ്പുഭാണ്ഡങ്ങൾ വെച്ചുകെട്ടലും അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് ഈ പറയുന്ന
ചെയ്യുന്ന ഈ സ്ത്രീകളെ, പെൺകുട്ടികളെ, യുവതികളെ, അവരെ അടക്കം സമൂഹ മധ്യത്തിൽ വല്ലാതെ അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന സൈബർ ആക്രമണമുണ്ടല്ലോ. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ദയവ് ചെയ്ത് ഈ സമൂഹ മാധ്യമങ്ങളെ തങ്ങളുടെ വിസർജന പാത്രങ്ങളാക്കരുത്. ഒരാളുടെ ടോയ്ലറ്റിൽ വ്യക്തിപരമായി അവരുടേതായിട്ടുള്ള പല കാര്യങ്ങളും അവർ നിർവഹിക്കുകയും പല കാര്യങ്ങളും വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുമ്പോഴും സമൂഹ മാധ്യമങ്ങൾ ഇത്തരത്തിൽ അമ്മപങ്കന്മാർ കേട്ടാൽ അറയ്ക്കുന്നതായിട്ടുള്ള നിലയിലേക്കുള്ള അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ, കൂലിയെഴുത്തുകാരെ കൊണ്ടും പണം കൊടുത്തിട്ടും അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലും മറ്റു പലതിലും എല്ലാം അത്തരത്തിൽ സ്പോൺസേഡ് പരിപാടികൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇത് ചെയ്യരുത്. അത്തരത്തിൽ അവർ ചെയ്യുന്നത് അവർ തന്നെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള മറ്റിപ്പോഴും കോൺഗ്രസ്സുകാർ പലരുണ്ട്. ശിവകുമാർ ചേട്ടൻ ജീവിതകാലം മുഴുവനും അദ്ദേഹം കോൺഗ്രസ്സുകാരനായി തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നല്ല കോൺഗ്രസ്സുകാരനായി തന്നെ മാധ്യമപ്രവർത്തകനായിരിക്കുമ്പോഴും നമ്മൾ ഒരു രാഷ്ട്രീയ കക്ഷി, ആ രാഷ്ട്രീയ കക്ഷികളിൽ ഒരുപാട് നല്ല ആളുകൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരുടെ മുഖത്തേക്ക് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയാനായി ഇത്തരത്തിൽ ചില ആളുകൾ അത്തരത്തിൽ ശ്രമിക്കുമ്പോൾ അവിടെ മാറ്റണം. ഇത്തരത്തിലുള്ള അബദ്ധസഞ്ചാരങ്ങൾ നടത്തുന്നവരെ, അഴുകിയ മനസ്സുമായി നടക്കുന്നവരെ അവിടെ നിന്ന് മാറ്റണം. അവിടെ ഒരു സർജറി ആവശ്യമാണെങ്കിൽ മനുഷ്യ ശരീരത്തിലായിരുന്നാലും അത് മുറിച്ചു മാറ്റേണ്ടത് മുറിച്ചു മാറ്റുക തന്നെ വേണം. വൺസ് യു ഡിസൈഡ് ടു ഡിറ്റാച്ച്, ഇറ്റ് ഷുഡ് ബി ഡിറ്റാച്ച്ഡ് ഫോർ എവർ. റൈറ്റ്. എം ജയചന്ദ്രൻ നോക്കൂ, നേരത്തെ ഡോക്ടർ സമ്പത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ വീണ്ടും ഇനി ഞങ്ങൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്നു, ഞങ്ങളാണ് വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷവും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഒരു MLA ഇപ്പോഴും നിന്നിട്ട് അതിൽ ശക്തനാണ്, അതിൽ കുറേ നേതാക്കളുടെയൊക്കെ പിന്തുണയോടുകൂടി ഞാൻ സസ്പെൻഷനിലാണെങ്കിലും ആ നേതാക്കൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ഡോക്ടർ സമ്പത്ത് നേരത്തെ ചൂണ്ടിക്കാട്ടിയൊരു പ്രശ്നമുണ്ട്. അടുത്ത് വീണ്ടും അധികാരത്തിലേക്കെങ്ങാൻ ഇവർ വന്നാൽ ഈ പറഞ്ഞ പരാതി പോലും അന്വേഷിക്കേണ്ടി വരുന്ന സംവിധാനത്തെ നിയന്ത്രിക്കാൻ അവിടെ എത്താൻ പോകുന്ന ആളാണ് ഞാനെന്ന് പറയാതെ പരോക്ഷമായി അയാൾ അതിൻ്റെ അവകാശം എടുക്കുകയാണ്. അങ്ങനെ നിന്ന് അധികാരം എൻ്റെ കയ്യിലേക്ക് വരാൻ പോകുന്നു എന്ന് ഒരു ധ്വനി പോലും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഘട്ടമാണ്. ജനങ്ങൾക്ക് പേടിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്, സ്ത്രീകൾക്ക് പേടിക്കേണ്ടി വരുന്നൊരവസ്ഥയാണിത്. ഇത്ര പേടിച്ച് നിൽക്കുന്ന ഒരു ജനതയുടെ വിലയിരുത്തൽ നേരത്തെ N. ശ്രീകുമാർ പറഞ്ഞതുപോലെ 10 ദിവസം കഴിഞ്ഞ് അത്ര നിസ്സാരമായിരിക്കുമോ എം ജയചന്ദ്രൻ? അതെ ഡോക്ടർ ലാൽ, നമ്മള് മറ്റ് സമൂഹങ്ങളിൽ നിന്ന് കേരളീയ സമൂഹത്തെ വ്യത്യസ്തമാക്കുന്ന പല ഘടകങ്ങളിലൊന്നും നമുക്കറിയാമല്ലോ. അതിൽ ഏറ്റവും നിർണായകമായ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് മൊറാലിറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം, കേരളീയ സമൂഹം കൊടുക്കുന്ന പ്രാധാന്യം. അത് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൊടുക്കുന്ന പ്രാധാന്യമല്ല, പരമ്പരാഗതമായ നമ്മളുടെ ഒരു ശീലം അങ്ങനെയാണ്, രീതി അങ്ങനെയാണ്. അതല്ലാതെ ഞാനിപ്പോ ആരോപിക്കേണ്ട പ്രിയപ്പെട്ട ശ്രീകുമാർ, പിണറായി വിജയൻ വന്നുകൊണ്ടാണ് ഇങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞൊന്നും ആരോപിക്കേണ്ട. അത് കേരളീയ പൊതുസമൂഹത്തിന്റെ പ്രധാനപ്പെട്ട നിർണായകമായ ചില അടയാളങ്ങളിൽ പെട്ടതാണ് നമ്മൾ മൊറാലിറ്റി കൊടുക്കുന്ന പ്രാധാന്യം എന്നുള്ളത്. ഇവിടെ അത്തരം മൊറാലിറ്റിക്ക് യാതൊരുവിധ അടിസ്ഥാന മാനദണ്ഡങ്ങൾ പോലും ഇല്ലാത്ത വിധം ഈ ധാർമ്മിക വിരുദ്ധത കാണിക്കുന്ന ഒരാളെ സംബന്ധിച്ചാണ് ശ്രീ N. ശ്രീകുമാർ പറഞ്ഞത്. ധാർമ്മികമായി കോൺഗ്രസ് പാർട്ടി പ്രാഥമിക അംഗത്വത്തിന് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞത്. ഞാനതാണ് ആദ്യഘട്ടത്തിൽ പറയാൻ ശ്രമിച്ചത്, പക്ഷെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചെയ്യാൻ കാരണം എന്തായിരുന്നു? വാസ്തവത്തിൽ അങ്ങനെ ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കാരണം, പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഇക്കാര്യത്തിൽ എടുത്തൊരു നിലപാടിനോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണുള്ളത്. അദ്ദേഹത്തിന്റെ പ്രബലമായ ഒരു നിർബന്ധം സാധ്യമായിരുന്നു ഇയാൾക്കെതിരെ നടപടി ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ, VM സുധീരന്റെ, മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ, K. മുരളീധരന്റെ ഒക്കെ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ തീരുമാനത്തിലേക്ക് എത്തി ഇയാളുടെ ലെജിസ്ലേറ്റീവ് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനും ഒക്കെയുള്ള തീരുമാനങ്ങൾ അങ്ങനെയാണ് വരുന്നത്. മനസ്സില്ല മനസ്സോടെയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ഇപ്പൊ K. സുധാകരനെ കേൾപ്പിച്ചല്ലോ. അപ്പൊ അദ്ദേഹത്തിനെ ബ്രീഫ് ചെയ്തത് ഇതൊരു ഹണി ട്രാപ്പാണ് എന്നായിരുന്നു അത്ര. ഏത് ഈ രാഹുൽ ശ്രീ K. സുധാകരനെ, മുൻ KPCC പ്രസിഡന്റിനെ, ഇപ്പോഴത്തെ കണ്ണൂർ MP-യെ ബ്രീഫ് ചെയ്തത് ഒരു ഹണി ട്രാപ്പ് ആയിരുന്നു എന്നുള്ള നിലയിലാണ്. എന്ന് മാത്രമല്ല, പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശപ്പെട്ട ഒരു പശ്ചാത്തലമാണ് ആ കുട്ടിക്കുള്ളത് എന്നൊക്കെയാണ് അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തത്. അദ്ദേഹത്തിന്റെ പിന്നീടുള്ള റെസ്പോൺസ് എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് പൊതുവിൽ അറിയാവുന്നതാണല്ലോ. ആ തരത്തിൽ റെസ്പോൺസ് ആണ് താങ്കൾ കേൾപ്പിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുകയും ചെയ്തു. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇടതുമുന്നണിയോടൊക്കെ മാധ്യമങ്ങൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, എങ്ങനെയാണ് മറ്റ് ഘടകകക്ഷികളൊക്കെ ഇതിനോട് പ്രതികരിക്കുന്നതെന്ന്. ഈ കാര്യത്തിൽ കോൺഗ്രസ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഈ തെരഞ്ഞെടുപ്പിനെയൊക്കെ നേരിടുന്ന ഘട്ടമല്ലേ മുസ്ലിം ലീഗ്, RSP, ഇവരൊക്കെ പറയണ്ടേ, പ്രതികരിക്കണ്ടേ?
അല്ല, ഇവർക്കുള്ള മുൻകൂർ ചൂണ്ട എറിഞ്ഞു കഴിഞ്ഞല്ലോ UDF കൺവീനർ തന്നെ ഡോക്ടർ ലാൽ. അതാണല്ലോ അദ്ദേഹം ചെയ്തത്. അദ്ദേഹം പിന്നെ എന്താണ് UDF ഘടകകക്ഷികൾക്കുള്ള ഉള്ളത് എന്ന മെസ്സേജാണ് കൊടുത്തത്. തനിക്കെതിരെ അടക്കം നിരവധി കള്ളക്കേസുകൾ വന്നിട്ടുണ്ട് എന്നങ്ങ് പരസ്യമായി പറയുകയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ ഞാനിതിവിടെ പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല, ഇപ്പോഴും പറയുന്നില്ല കേട്ടോ. അദ്ദേഹത്തിനെതിരെ ഉണ്ടായ കേസ് എന്താണെന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നതുമാണ്. അത് ഇതുമായിട്ട് എന്താണ് ബന്ധം? കോൺഗ്രസ് പാർട്ടിക്ക് എങ്ങനെയാണ് മനുഷ്യരുടെ, പ്രത്യേകിച്ചും താങ്കൾ ചോദിച്ചതടക്കം സ്ത്രീകളുടെ മുഖത്ത് എങ്ങനെയാണ് നോക്കി വോട്ട് ചോദിക്കാൻ കഴിയുക എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. എന്ത് പറഞ്ഞിട്ടാണ് നമ്മുടെ പെൺകുട്ടികളുടെ മുഖത്ത് ഈ കോൺഗ്രസ് നേതാക്കൾ നോക്കാൻ പോകുന്നതും ചോദിക്കാൻ പോകുന്നതും വോട്ട്? ഇത്തരമൊരുത്തനല്ലേ നിങ്ങൾ നേതാവാക്കി ഇപ്പോഴും കൂടെ ഈ പിന്നെ MLA കൊണ്ടു നടക്കുന്നത് എന്ന ചോദ്യത്തിന് എന്ത് മറുപടിയാണുള്ളത്? ഒന്ന്. മറിച്ചൊരു സംഗതി, കോൺഗ്രസ് എന്ന പിന്നെ പാർട്ടി നയിക്കുന്ന UDFന്റെ മുന്നണിക്ക് കേരളത്തിൽ എന്ത് പരിഗണനയാണ് വോട്ടർമാർ ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകേണ്ടത്? ഇത് അടിസ്ഥാനമാക്കേണ്ട എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും? ഇല്ലല്ലോ. അപ്പൊ ഈ രാഹുൽ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മുന്നണിക്ക്, കോൺഗ്രസിന് എന്ത് പരിഗണന കൊടുക്കണം വോട്ടർമാർ എന്നുള്ളതെങ്കിലും ശരി. ശ്രീകുമാർ, ആ ഒരൊറ്റ വിഷയം എന്തായാലും ജനങ്ങളിലേക്ക് ഇനിയിപ്പോൾ ഈ 10 ദിവസത്തിനിടയ്ക്ക് കയറി വരാൻ തന്നെ പോവുകയാണ്. അത് ആര് തടഞ്ഞാലും ഇല്ലെങ്കിലും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തിൽ UDFന്, കോൺഗ്രസ്സിന് എന്ത് പ്രസക്തി എന്നവർ പറയണം. അവർ ഇപ്പോൾ എടുക്കേണ്ട നിലപാട് രാഹുലിനെ രാജിവെപ്പിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നവരോട് എന്ത് മറുപടി പറയും കോൺഗ്രസ്? ഈ UDF പ്രവർത്തകർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വീടുകളിൽ പോയിട്ട് പറയുന്നത് അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും അതുപോലെ വിശ്വാസികൾ ഈ ശബരിമലയത്തെ സ്വർണ്ണം കട്ട കേസൊക്കെയാണ്. അപ്പോൾ അതിനോടുള്ള പ്രതികരണമായിരിക്കും വോട്ടുകളിൽ പ്രതിഫലിക്കുക. വേറെ ഒരു ചോദ്യവും ജനങ്ങൾ കോൺഗ്രസ്സുകാരുടെ ചോദിക്കില്ല. കാരണം കോൺഗ്രസ്സുകാരെ കുറിച്ച് നാട്ടിൽ നല്ല വിശ്വാസമാണ്, പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് നല്ല വിശ്വാസമാണ്, ഗവൺമെന്റിനെ കുറിച്ച് മോശം അഭിപ്രായവുമാണ്. വിധി എഴുത്തായിട്ട് മാറും. പാലക്കാട് MLA കുറിച്ച് നിങ്ങൾ പാലക്കാടുള്ള ജനങ്ങളെ വിളിച്ച് നാളെ ഒരു മൈക്കുമായിട്ട് എന്ന് ചോദിക്കുക, അപ്പോൾ പറഞ്ഞു തരും. ശരി. ഡോക്ടർ സമ്പത്ത്, നിങ്ങൾ മൈക്കും കെട്ടി നാളെ ഇറങ്ങുമോ? ഒറ്റ കാര്യമുള്ളൂ. മിനിഞ്ഞാന്ന് പാലക്കാട് നിന്നുള്ള ലോക്സഭാംഗം ശ്രീ VK ശ്രീകണ്ഠനും ആ പാലക്കാട് നിന്നുള്ള MLA ഇപ്പോൾ പറഞ്ഞ പേരുകാരനും രണ്ടുപേരും പങ്കെടുത്ത വേദിയിൽ താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമവിഭാഗത്തിൽപ്പെട്ട ചങ്ങാതിമാർ, മാധ്യമപ്രവർത്തകർ, നിങ്ങൾ 3 പേരും അവരാണല്ലോ, ആ മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു. ബഹുമാനപ്പെട്ട MP ചോദിച്ചത്. ഇപ്പറയുന്ന ഈ പേരുകാരനായ MLA ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ഇറങ്ങിയിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ച് ചോദിച്ചു. ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പരാതി, ഇങ്ങനെ കുറ്റാരോപിതൻ, ഇങ്ങനെ കേസ്, അങ്ങനെയുള്ള നിരവധി പരാതികൾ ഒക്കെ ഉണ്ടല്ലോ, ഈ വിവാദങ്ങളൊക്കെ ഉള്ളൂ. അതിന് MP മറുപടി ഇതായിരുന്നു: ഞങ്ങളുടെ പാർട്ടി അദ്ദേഹത്തിൻ്റെ മേൽ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇത് അവിടുത്തെ ബഹുമാനപ്പെട്ട MP പറഞ്ഞതാണ്. ഞങ്ങളുടെ പാർട്ടി അദ്ദേഹത്തിൻ്റെ മേൽ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇതാണ് പറഞ്ഞത്. VK ശ്രീകണ്ഠൻ MP പറഞ്ഞതാണ് ഇപ്പോൾ ഡോക്ടർ സമ്പത്ത് ചൂണ്ടിക്കാട്ടിയത്. സംസ്ഥാന തലത്തിൽ നടപടിയെടുത്തു, പ്രാദേശികമായ എവിടെയെങ്കിലുമൊക്കെ ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കതിൻ്റെ ഉത്തരവാദിത്തമില്ല. ഇതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. സംസ്ഥാന തലത്തിൽ എല്ലാം നടപടിയെടുക്കും, കോൺഗ്രസിൽ നിന്ന് ചിലപ്പോൾ പുറത്താക്കും. പക്ഷെ സാധാരണ കോൺഗ്രസ്സുകാർ കൊണ്ടുപോയി വോട്ട് തരണം എന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ അത് വോട്ടർമാർ പ്രാദേശികമായി ചെയ്യുന്നൊരു കാര്യമാണല്ലോ. വോട്ട് ചെയ്യലും പ്രാദേശികമാണല്ലോ, ഒരു വ്യക്തിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തും ചെയ്യാം, അങ്ങനെ പമ്പരവിഡ്ഢികളായ ജനങ്ങൾ എന്തും ചെയ്യും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ നൂറ്റാണ്ടിൽ, ഇപ്പോൾ ഈ കാലഘട്ടത്തിലും കോൺഗ്രസ് നേതാക്കളെങ്കിൽ ഈ കിട്ടിയത് വടക്കേ ഇന്ത്യയിലും മറ്റുള്ള ഭാഗങ്ങളിലുമൊക്കെയാണ് എന്ന് മാത്രം കരുതണ്ട. ഇത് ഇവിടെയും കേരളത്തിലും വലിയ രീതിയിൽ മുന്നോട്ട് പിടിച്ചു കൊണ്ടുപോകാൻ മുസ്ലിം ലീഗിനും മറ്റ് ഘടകകക്ഷികൾക്കും അധികം സാധിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നടപടിയെടുത്തു എന്ന്, മറ്റെന്തൊക്കെ കാര്യങ്ങൾ നിരത്തി കോൺഗ്രസ് ഇനി മുന്നോട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാലും ആ കാര്യത്തിലെ നടപടി സ്ത്രീകൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, കുട്ടികൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അത് എല്ലാ സ്ത്രീകളെയും സ്നേഹിക്കുന്ന, അമ്മമാരെ സ്നേഹിക്കുന്ന എല്ലാവരും ചോദിച്ചുകൊണ്ടേയിരിക്കും. മറുപടി വേണം. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ സമ്പത്ത്, N. ശ്രീകുമാർ, ഒപ്പം M. ജയചന്ദ്രൻ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.